السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه كلهم أجمعين. اللهم صل على محمد النبي عدد من صلى عليه من خلقك. اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وبشر الذين آمنوا أن لهم قدم صدق عند ربهم. قال الكافرون إن هذا لساحر مبين. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സൂറത്ത് യൂനുസിലെ രണ്ടാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അങ്ങനെ സാധാരണ നാം തുടർന്നു വരുന്ന സൂറത്ത് ലുഖ്മാനിൽ നിന്ന് മാറി ഇങ്ങനെ ഒരായത്ത് ചർച്ച ചെയ്യുന്നത് എല്ലാ വർഷവും ചെയ്യാറുള്ളത് പോലെ റബീഉൽ അവ്വൽ മുഴുവനും ഹബീബിൻ്റെ മദ്ഹ് തന്നെ പറയാം എന്ന് കരുതിയാണ്. എല്ലാ വർഷവും അങ്ങനെയാണ്. റബീഉൽ അവ്വൽ 1 മുതൽ തീരുന്നത് വരെ 4 ക്ലാസ് മുത്തുനബിയുടെ മദ്ഹാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് ഹബീബിൻ്റെ മദ്ഹ് പറയുന്ന ആയത്തുകൾ ഏതെങ്കിലുമായി ഓതുകയും പറയുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലാണ് സൂറത്തു ലുഖ്മാനിലെ രണ്ടാമത്തെ ആയത്തായ വബശ്ശിരിൽ ലദീന ആമനൂ അൻ സൂറത്തു യൂനുസിലെ രണ്ടാമത്തെ ആയത്തായ വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ എന്ന ആയത്ത് ഇന്ന് ഓതി വെച്ചത്. എന്താണ് ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്? വളരെ വലിയ ഒരു കാര്യമാണ് പടച്ച റബ്ബ് ഇതിലൂടെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വബശ്ശിരിൽ ലദീന ആമനു, നബിയെ തങ്ങൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കണം. വിശ്വാസികൾക്ക് തങ്ങൾ ഒരു ഗുഡ് ന്യൂസ് നൽകണം. ഗുഡ് ന്യൂസ്, സുവാർത്ത, നല്ല വിവരം, സന്തോഷമുള്ള ഒരു വാർത്ത മുഅ്മിനീങ്ങൾക്ക് നിങ്ങൾ കേൾപ്പിക്കണം. വബശ്ശിരിൽ ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖ്. അന്ന ലഹും ഖദമ സിദ്ഖ്, തീർച്ചയായും അവർക്കുണ്ട്
വിശ്വാസികൾക്കുണ്ട് ഖദമ സിദ്ഖിൻ, പതറാത്ത ഒരു പാദമുണ്ട്. വിശ്വാസികൾക്ക് നല്ല ഉറച്ച ഒരു പാദമുണ്ട്, പതറാത്ത പാദം. അതാണ് ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ അർത്ഥം. നല്ല ഉറപ്പുള്ള ഒരു കാല്, ഉറപ്പുള്ള ഒരു പാദം വിശ്വാസികൾക്കുണ്ട്. ഇൻദ റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൻ്റെ അടുത്ത്. അള്ളാഹുവിൻ്റെ അടുത്ത് വിശ്വാസികൾക്ക് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാവുന്ന പതറാത്ത ഒരു പാദമുണ്ട് എന്ന് നബിയെ തങ്ങൾ പറയണം. അതുതന്നെയാണ് മുഅ്മിനീങ്ങൾക്ക് തങ്ങൾക്ക് നൽകാനുള്ള ഏറ്റവും വലിയ ബിശാറത്ത്, സന്തോഷവാർത്ത. എന്നാൽ ഖാലൽ കാഫിറൂന, സത്യനിഷേധികൾ പറഞ്ഞത് ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ, തീർച്ചയായും ഈ ആള് വ്യക്തമായ മാരണക്കാരനാണ് എന്നാണ് സത്യനിഷേധികൾ അവർ ഇപ്പുറത്ത് ജൽപ്പിക്കുന്നത്. പക്ഷേ വിശ്വാസികളോട് നിങ്ങളൊരു കാര്യം പറയണം, അവർക്ക് നല്ല അടിയുറച്ച ഒരു പാദം, പതറാത്ത ഒരു പാദം അവർക്കുണ്ട് എന്നുള്ള വിവരം നബിയെ തങ്ങൾ അവരെ അറിയിക്കണം. ഇതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം. ഏകദേശം ആളുകൾക്കൊക്കെ അറബി ഭാഷയുമായിട്ട് ചെറിയൊരു പിടുത്തമുള്ളവർക്കൊക്കെ അറിയും. ഇവിടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം, നബിയെ നിങ്ങൾ തങ്ങളെ വിശ്വാസികളെ വിളിച്ചിട്ട് പറയണം, അവർക്ക് പതറാത്ത ഒരു പാദമുണ്ട് പിടിച്ചു നിൽക്കാൻ പ്രതിസന്ധി ഘട്ടങ്ങളിലെ. സത്യനിഷേധികൾ എന്നും ഈ ആളെക്കുറിച്ച് മാരണക്കാരനാണെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞെടുത്ത് ഈ ഖദമു സിദ്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മുഅ്മിനീങ്ങൾക്ക് അവരുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ ഒരത്താണിയുണ്ട്, അതാണ് പതറാത്ത പാദം. ഇതെന്താ സാധനം ഖദമു സിദ്ഖ്? ഇതേക്കുറിച്ച് ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. ഖതാദ റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു, അവരൊക്കെ ഈ ആയത്തിന് അർത്ഥം കൊടുത്തത് അന്നലഹും ഖദമ സിദ്ഖിൻ, അൽ മുറാദു ബി ഖദമി സിദ്ഖി മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദമു സിദ്ഖ് ഉണ്ടെന്ന് പറഞ്ഞാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. മുത്തുനബി ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നബി തങ്ങളെ ഖുർആൻ വിശേഷിപ്പിച്ചതാണ് മുഅ്മിനീങ്ങൾക്കുള്ള പതറാത്ത പാദം. അവർക്ക് പ്രതിസന്ധി ഘട്ടത്തിൽ, വിഭൽസന്ധികളിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒന്നാം തരം ഒരു പാദമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വിശ്വാസികളുടെ അത്താണിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നർത്ഥം. ഈ ഒരർത്ഥം ഒരുപാട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ നിന്ന് ഇതിങ്ങനെ ചർച്ച ചെയ്തപ്പം 2 വർഷം മുമ്പാണ്, ഒരാൾ ചോദിച്ചു, ഉസ്താദെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരർത്ഥമാണ്, പക്ഷേ ഖദമു സിദ്ഖിന് ആരാണ് ഇങ്ങനെ അർത്ഥം കൊടുത്തിരിക്കുന്നത് എന്ന് ഒരാൾ ക്ലാസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചു. കുറച്ചൊക്കെ അറിവുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ഇവിടെ ഇപ്പോൾ വ്യതിയാന ചിന്താഗതിക്കാർക്ക് വലിയ വിഷയം എന്താ, എന്ത് പറഞ്ഞാലും ചോദിക്കും ബുഖാരിയിലുണ്ടോ എന്ന്. ബുഖാരിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ബുഖാരിയിലല്ല ഇല്ലാത്തതൊക്കെ, ബുഖാരി അല്ലാത്തതിലുള്ളതൊക്കെ തെറ്റാണെന്ന് തോന്നിപ്പോവും ഈ ശൈലി കേട്ടാൽ. ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നാണ് സാധാരണ ചോദിക്കുക. അതിലുണ്ടെങ്കിൽ പിന്നെ തള്ളാൻ പറ്റില്ല എന്ന മട്ടാണ്. എന്നാൽ അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ ബുഖാരിയിലാണെങ്കിലും തള്ളും, മുസ്ലിമിലാണെങ്കിലും തള്ളും, ഖുർആനിലാണെങ്കിലും തള്ളും. അവരുടെ ലോകം അതാണ്, അത് മറ്റൊരു ലോകം. ഞാൻ പറയുന്നത് പ്രത്യക്ഷത്തിൽ അവർ പറയാറുണ്ട് ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ. അതിങ്ങനെ ചോദിച്ച് ഈ സമൂഹത്തിൽ പല തെറ്റായ ധാരണകളും അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട്.
ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞാൽ പോലും അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു വല്ലാത്ത ലോകം. എവിടുന്നേ ഷാഫി ഇമാമിന് അത് കിട്ടിയത്? അത് ബുഖാരിയിലുണ്ടോ എന്ന്. ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് തമാശയാ തോന്നുക. കാരണം ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിൻ്റെ എത്രയോ പിൽക്കാലക്കാരനാണ് ആര്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ചോദിക്കുക അത് ബുഖാരിയിലുണ്ടോ എന്ന്. ഷാഫി ഇമാം പറഞ്ഞ വിഷയം. ഷാഫി ഇമാം റളിയല്ലാഹുവിന് കഴിഞ്ഞിട്ട് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു വരുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആലോചിക്കണം. അതുകൊണ്ടാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഞാൻ വലിയ ഹദീസ് പണ്ഡിതനാണ്. അത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ശരിക്കും അവരുടെ മുമ്പിൽ സമർത്ഥിച്ചിട്ടുണ്ട്, ഞാൻ ഹദീസ് പണ്ഡിതനാണ്. തൻ്റെ സമകാലികർക്കിടയിൽ ഒരു വാദമുന്നയിക്കുക മാത്രമല്ല ഇമാം ബുഖാരി ചെയ്തത്, ഞാൻ ഹദീസ് പണ്ഡിതനാണ് എന്ന് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. മുഹദ്ദിസാണ് എന്ന ഖ്യാതി, ആ ഒരു പ്രശസ്തി ഇമാം ബുഖാരി റളിയല്ലാഹുവിനെ കുറിച്ച് ലോകത്തിങ്ങനെ വ്യാപിച്ചപ്പം പരന്നപ്പം പലർക്കും അസൂയ തോന്നി. അങ്ങനെ ഉണ്ടാവുമല്ലോ, സമകാലികരായ ആളുകൾക്കാണ് അസൂയ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ പലരും പറഞ്ഞു അപ്പറഞ്ഞ അവിടത്തേക്കൊന്നും മുഹദ്ദിസാണെന്ന് പറയാൻ മാത്രമുള്ള ഹദീസുകളൊക്കെ ഹിഫ്ളുണ്ടോ? അത് മുഴുവനും അതിൻ്റെ സനദുകളൊക്കെ കൃത്യമായിട്ട് അറിയോ? ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ലോകം വല്ലാത്തൊരു ലോകമായിരുന്നു. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു ലോകമാണ്. ഒരു കിതാബ് ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ഒരു പേജ് കാണാതെ പഠിക്കാൻ, ആ പേജ് ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നത് പോലെ ചൊല്ലി പഠിച്ച് ആവർത്തിച്ച് ചൊല്ലിപ്പഠിച്ച് ഹിഫ്ലാക്കലല്ല ഇമാം ബുഖാരി റളിയല്ലാഹു. ഇമാം ഖസ്തലാനി റളിയല്ലാഹു അൻഹു എഴുതുന്നത് കാണാം, ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ ഒരു പേജ് ഹിഫ്ലാക്കിയിരുന്നത് ഇങ്ങനെ ഒന്നിങ്ങനെ നോക്കും അത്രേ, ഇങ്ങനെ ഒരൊറ്റ നോട്ടം, ആ നോട്ടം മതി, വായിക്കുക പോലും ചെയ്യേണ്ട, ഒറ്റ നോട്ടം കണ്ട് നോക്കിയാൽ അത് മുഴുവനും ഹൃദയത്തിൽ അങ്ങ് പതിയും. ഒരു പേജ് അങ്ങ് കൊടുത്തിട്ട് അത് നോക്കാൻ ഏതാനും സെക്കൻഡുകൾ അങ്ങ് അനുവദിച്ചാൽ ഒറ്റ നോട്ട ആ പേജ് നോക്കും, അടുത്ത ആളെ കയ്യിൽ കൊടുത്തിട്ട് അത് മുഴുവനും അങ്ങ് ചൊല്ലിക്കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോഷാറ്റൊക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ അങ്ങനെ ഒറ്റ ഉപ്പ് വെച്ച് കൊടുത്താൽ അത് മുഴുവനും അപ്പുറത്തും ഇങ്ങോട്ട് പകർത്തുകയാണ് എന്നതുപോലെയുള്ള ഒരു വല്ലാത്ത കഴിവ്. അപ്പോൾ മഹാനവറുകളുടെ അടുത്ത് 100 പണ്ഡിതന്മാർ വന്നു മഹാനവറുകളെ പരീക്ഷിക്കാൻ. എൻ്റെ വിഷയം മാറിപ്പോകുന്നോ എന്ന് ഭയമുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ്. ഇവർ പറയുന്ന ഈ പൊട്ടത്തരം എത്ര വലുതാണെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം പറയാണ്. 100 ആലിമീങ്ങൾ വന്നു. 100 ആലിമീങ്ങൾ വന്നിട്ട് ഇമാം ബുഖാരിയുടെ സവിധത്തിൽ വന്നു ഇമാം ബുഖാരിയെ പരീക്ഷിക്കാൻ വന്നതാണ്. ഇമാം ബുഖാരി റളിയല്ലാഹുവിൻ്റെ വലിയ മുഹദ്ദിസാണെന്ന വാദം പൊളിക്കാൻ. ബുഖാരി ഇമാം ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ വന്നതാ, ഏതാനും ഹദീസുകളുമായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഓരോരുത്തരും ഏതാനും ഹദീസുകളുമായി വന്നു. ആ ഹദീസുകൾ 100 ആലിമീങ്ങളും ഏതാനും ഹദീസുകളുമായിട്ട് വന്നു. എന്നിട്ട് ആ ഹദീസുകൾ അവർ മുഴുവനും അതിൻ്റെ സനദുകൾ കൂട്ടിക്കുഴച്ചു. സനദ് എന്ന് പറഞ്ഞാൽ പരമ്പര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു എന്ന് അബൂ ഹുറൈറ പറഞ്ഞു. സാധാരണ നമ്മളിങ്ങനെ പരമ്പര എന്ന് പറഞ്ഞത് ഇതാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു എന്ന് തൊട്ടടുത്തുള്ള ആൾ പറഞ്ഞു, അവർ പറഞ്ഞു എന്ന് തൊട്ടടുത്തുള്ള ആൾ പറഞ്ഞു. അങ്ങനെ അവസാനം ഇന്നയാളിലേക്ക് എത്തിപ്പോൾ ഇമാം ബുഖാരിയിലേക്കാണ് എത്തുന്നതെങ്കിൽ ഇമാം ബുഖാരി റളിയല്ലാഹു പറഞ്ഞു, ഇമാം ബുഖാരിയുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവരുടെ ഉസ്താദ്, അവർ ആരിൽ നിന്നാണോ കേട്ടത് അങ്ങനെ പോയി താബിഈങ്ങൾ, സ്വഹാബത്ത്, അങ്ങനെ അങ്ങോട്ട് എത്തിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറയുന്നത് ഇതിനാണ് സനദ് എന്ന് പറയാം, ആ പരമ്പര. ഈ സനദ് കാണാതെ അറിയണം ഓരോ ഹദീസിനും. ഒരു ഹദീസ് ആരാ പറഞ്ഞത് എന്ന് വൃത്തിയായിട്ട് ഇങ്ങനെ പറയാൻ കഴിയണം. പോരാ, ആ ചൊല്ലിപ്പോകുന്ന പേരുകളൊക്കെയും കേവലം പേരറിഞ്ഞാൽ പോരാ. ഓല വാപ്പാരാണ്, ഓല ഉമ്മാരാണ്, ഓല ജീവിതശൈലി എന്തായിരുന്നു, അവർ കളവ് പറയാറുണ്ടായിരുന്നോ, ജീവിതത്തിൽ എത്ര കണ്ട് കൃത്യനിഷ്ഠ ഉണ്ടായിരുന്നു, ഇതൊക്കെ അറിയണം. ഇതിനാണ് സനദ് എന്ന് പറഞ്ഞത്. അങ്ങനെ ഒരു ഹദീസിൽ തന്നെ ധാരാളം ആളുകൾ ഇങ്ങനെ ഉണ്ടാകും. ഇതൊക്കെ അറിയാം ഇമാം ഷാഫിഈ തങ്ങൾക്ക്.
10 ലക്ഷം ഹദീസുകളുടെ സനദുകൾ മുഴുവനും അറിയാന്ന് പറയുമ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാ. സുബ്ഹാനല്ലാഹ്. 100 ആളും വന്നു. ഓരോരുത്തരും ഏതാനും ഹദീസുകളുമായി വന്നു. ഇവരുടെ കൈവശം ഉള്ള ഹദീസുകൾ ഒരു 10 ഹദീസ്, ആ 10 ഹദീസുകളുടെ സനദുകൾ ഇതിലെ റാവിയെ അങ്ങോട്ട് വെച്ചു, അതിൻ്റെ റിപ്പോർട്ടറെ ഇങ്ങോട്ട് വെച്ചു, പരസ്പരം അങ്ങോട്ട് കൂട്ടിക്കുഴച്ചു. എന്നിട്ട് മഹാനവറുകളുടെ മുമ്പിൽ അങ്ങ് അവതരിപ്പിച്ചപ്പോൾ ഒരാൾ 10 ഹദീസ് അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഈ പറഞ്ഞ ഹദീസിൻ്റെ സനദിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ഇയാൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ, ഇത് മാത്രമേ ചോദിക്കാനുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, ഈ ഇരിക്കുന്നവരൊക്കെ ചോദിക്കാനുള്ളത് 100 ആളും, എന്നാൽ ബാക്കി 99 ആളും കൂടി ചോദിക്കുമെന്ന് പറഞ്ഞു ഇമാം ബുഖാരി റളിയല്ലാഹു. മറുപടി പിന്നെ പറയാം, 100 ആളും ആദ്യം ചോദിക്കുക. അങ്ങനെ ബാക്കി 99 ആളുകളും അവരുടെ കൈവശമുള്ള 10 വീതം ഹദീസുകളുടെ സനദ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിക്കുഴച്ചിട്ടും ഇങ്ങോട്ട് ചോദിച്ചു. എല്ലാം വായിച്ചു. തിങ്ങി നിറഞ്ഞ സദസ്സിൽ എല്ലാവരും ഇതിങ്ങനെ കേൾക്കുക. ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇമാം ബുഖാരി റളിയല്ലാഹുവിന് ചോദിച്ചു, കഴിഞ്ഞു. എന്നിട്ട് ഇമാം ബുഖാരി റളിയല്ലാഹുവിന് പറയാണ്, ഒന്നാമത്തെ ആൾ പറഞ്ഞ ഒന്നാമത്തെ ഹദീസ്. ഇതൊന്നും ഒരു കുറിപ്പ് പോലും എഴുതുന്നില്ല. ഒന്നാമത്തെ ആൾ പറഞ്ഞ ഒന്നാമത്തെ ഹദീസ് അത് നിങ്ങൾ വായിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ആദ്യം അതിൻ്റെ തെറ്റായ രൂപം അങ്ങോട്ട് വായിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പിന്നെ പറഞ്ഞു അതിൻ്റെ ശരിയായ രൂപമുള്ളത് ഇങ്ങനെയാണ്. നിങ്ങൾ ഇന്നയാളെ 7ാമത്തെ ആളെ എടുത്ത് നിങ്ങൾ 1ാമത്തെ ആളാക്കി, 4ാമത്തെ ആളെ എടുത്ത് 6ാമത്തെ ആളാക്കി. അത് നേരെ തിരിച്ചു വെക്ക്. 6ാമത്തെ ആൾ 4ാമത്തെ ആളാവണം, 7ാമത്തെ ആൾ 1ാമത്തെ ആളാവണം. ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് 100 ആളുകൾ അവതരിപ്പിച്ച ഹദീസും ആ ഇരുത്തത്തിൽ മഹാനവറുകൾ അങ്ങ് ശരിയാക്കി കൊടുത്തു എന്നാ. അവിടെ ഇമാം ഖസ്തല്ലാനി റളിയല്ലാഹു പറയുന്നത്, എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് മഹാനവറുകൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇമാം ഐനി തങ്ങൾ, രണ്ടാലൊരാൾ കുട്ടികൾക്ക് ബുഖാരി ഓതിക്കൊടുക്കുന്ന സമയത്ത് അന്ന് നോക്കിയ ഓർമ്മയാണ്. ബുഖാരിൻ്റെ വ്യാഖ്യാനത്തിൽ ഐനി ഇമാമോ അല്ലെങ്കിൽ ഖസ്തല്ലാനി ഇമാമോ രണ്ടാലൊരാൾ പറഞ്ഞിട്ടുണ്ട്, എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് ഖുർആൻ 30 ജുസും ഹിഫ്ളുള്ള ഒരാൾ, ഖുർആൻ 30 ജുസും ഹിഫ്ളുള്ള ഒരാൾ, അതിലൊരാൾ തെറ്റിച്ചോദിയാൽ ഇത് തെറ്റാണ്, അതിൻ്റെ ശരിയായ രൂപം എന്താണെന്ന് പറയാൻ കഴിയും. പക്ഷെ ഒരാൾ യാസീൻ സൂറത്ത് മുഴുവനും തെറ്റിച്ചോദിയാൽ ഇയാൾ തെറ്റിച്ചോദിയതുപോലെ ആദ്യം ഓതി കൊടുക്കുക. അതാണ് ഏറ്റവും വലിയ പ്രയാസം. കാരണം അത് ഇയാൾക്ക് ഹിഫ്ളുള്ളതല്ലല്ലോ മുമ്പ്. 100 ആൾ പറഞ്ഞ ഹദീസും നിങ്ങൾ 1ാമത്തെ ആൾ വായിച്ചത് ഇങ്ങനെയാണ്, ഒറ്റ തവണ ജീവിതത്തിൽ അത് കേട്ടിട്ടുള്ളൂ. ആ ഹിഫ്ളിൻ്റെ കടുപ്പ് എത്രയാണ്, അതിൻ്റെ ശക്തി എത്രയാണോ? ഒറ്റ തവണ കേട്ടത് അതവിടെ പതിഞ്ഞിരിക്കുന്നു. ആ തെറ്റ് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമുക്കൊക്കെ നമ്മൾ സാധാരണ പറയുന്ന ഫോൺ നമ്പർ 9947 319 517 എൻ്റെ ഫോൺ നമ്പറാണ്. ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചത്. പക്ഷേ ഈ 9947 എന്നുള്ളത് 994 എന്ന് ചോദിച്ചാൽ ബാക്കി എനിക്ക് പറയാൻ കിട്ടൂല. കാരണം ഞാൻ പഠിച്ചു വെച്ചൊരു രൂപമുണ്ട്, അങ്ങനെ തന്നെ ചോദിച്ചെങ്കിലേ കിട്ടുള്ളൂ, മറ്റു പറയാൻ കിട്ടൂല. നോക്ക് നിങ്ങൾ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിൻ്റെ ശക്തി എത്രയാണ്. അങ്ങനെ അങ്ങ് തെളിയിച്ചു കൊടുത്തു, എല്ലാവരും സമ്മതിച്ചു. ഓ, ഈ മനുഷ്യൻ ചെറിയ മനുഷ്യനല്ല. അപ്പം അത്ര വലിയ ബുദ്ധിയും ശക്തിയുമുള്ള ഗ്രാഹ്യശേഷിയുമുള്ള ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവർ വളരെ വിനീതമായി പറഞ്ഞൊരഭിപ്രായമുണ്ട്, കേട്ടേ പറ്റൂ. എന്താണത്? ഞാൻ ഇത്ര ഹദീസുകളൊക്കെ മനഃപ്പാടമാക്കിയിട്ടുണ്ട്, അതിൻ്റെ സനദുകളൊക്കെ എനിക്കറിയാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിലും നിസ്കരിക്കുമ്പോൾ എങ്ങനെയാ റുക്ഉ ചെയ്യേണ്ടത്, എങ്ങനെയാ സുജൂദ് ചെയ്യേണ്ടത്, എങ്ങനെയാ സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാ ഹജ്ജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ത്വവാഫ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ സ്വന്തം പറയാൻ അർഹനല്ല. അത് ഇമാം ഷാഫിഈ തങ്ങളെ തഖ്ലീദ് ചെയ്യാൻ മാത്രമേ ഞാനുള്ളൂ എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇമാം ബുഖാരിക്കില്ലാത്ത അഹങ്കാരാണോ ഇവർക്ക്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വിഡ്ഢികൾക്ക് ആ ഇമാം ബുഖാരിക്കില്ലാത്ത തലക്കനോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇമാം ബുഖാരിയല്ലേ പറയേണ്ടത്? ഇത്ര കഴിവും കരുത്തും ശേഷിയൊക്കെ ഉള്ള ഇമാം ബുഖാരിയല്ലേ പറയേണ്ടത്? എനിക്ക് നല്ല വിവരമുണ്ട്, എനിക്ക് വേറൊരാളെ തഖ്ലീദ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ മദ്ഹബുകാരനാണ് ഇമാം ബുഖാരി. ഈ ആക്ഷേപകർക്ക് ഇതൊന്നും അറിയില്ല.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഷാഫിഈ മദ്ഹബുകാരനാണ്. അതുപോലും ഇവർക്കറിയില്ല. ഇങ്ങട്ടാ ഷാഫി ഇമാം ഒരു മസല പറഞ്ഞാൽ അത് ബുഖാരിയിലുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിൻ്റെ ആ വിഡ്ഢിത്തം നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി സംസാരിച്ചു എന്ന് മാത്രം. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. എന്താ ഞാൻ പറഞ്ഞു വന്നത്? ഞാൻ പറഞ്ഞു, സാധാരണ ഇവിടെ ബിദ്അത്തുകാർ പറയാറുണ്ടല്ലോ, ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്നാ ചോദിക്കുക. നമ്മളൊരു കാര്യം ചെയ്യാം, അതെന്നെ പരിശോധിക്കാം എന്ന് പറഞ്ഞ് ചോദിച്ചു. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ പറ്റി എന്താ പറഞ്ഞത്? ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കിതാബു തഫാസീർ എന്ന് പറഞ്ഞിട്ടൊരു അധ്യായമുണ്ട്. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം കിതാബു തഫാസീർ, ഖുർആനിലെ പ്രധാനപ്പെട്ട വാക്കുകളുടെ തഫ്സീർ പറയുന്ന ഭാഗമാണത്. കിതാബു തഫാസീർ, ഓരോ സൂറത്തിലെയും പ്രധാനപ്പെട്ട എല്ലാ പദങ്ങളും ഇല്ല, പ്രധാനപ്പെട്ട ആയത്തുകൾ എടുത്തിട്ട് ചർച്ച ചെയ്യും. അതിൽ വബശ്ശിരില്ലദീന ആമനൂ അന്ന ലഹും ഖദമ സിദ്ഖിൻ എന്ന ആയത്തെടുത്തുകൊണ്ട് ഇമാം ബുഖാരി അവിടെ എഴുതുന്നത് കാണാം. സ്വഹീഹുൽ ബുഖാരി നോക്കിയാൽ കാണാം. വഖാല സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു ഇതിന്റെ അർത്ഥം പറഞ്ഞത് അന്നലഹും ഖദമ സിദ്ഖിൻ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഅ്മിനീങ്ങൾക്ക് ഖദമു സിദ്ഖുണ്ട്, പതറാത്ത പാദമുണ്ടെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുനിൽ മുസ്തഫ, മുഹമ്മദുനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എങ്ങോട്ടാ ഇനി നമുക്ക് പോകാനുള്ളത്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഈ ആയത്തിന്റെ അർത്ഥം കണ്ടത് ഇങ്ങനെയാണെങ്കിൽ അത് കേട്ടപ്പോൾ ആ മനുഷ്യന് വല്ലാത്ത സന്തോഷമായി. പടച്ചോനെ, ബുഖാരി ഇമാമു പോലും പറഞ്ഞ അർത്ഥം ഇതാണോ? അങ്ങനെയാണ്. ഖദമു സിദ്ഖിന് വേറെയും അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്നെ ഇത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട് വഖാല ഗൈറുഹു ഗൈറു ദാലിക് എന്നത് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. വേറുള്ളവർ പല അർത്ഥങ്ങളും വേറെയും അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹുവിന്റെ അർത്ഥമാണ് ആദ്യം എടുത്തത്. ഖദമു സിദ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇങ്ങനെ പറയുമ്പോൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അല്ലെങ്കിലും അതിൻ്റെ ശേഷമുള്ള ആയത്ത് ഓതിയാൽ കിട്ടൂലേ? അത് ശേഷമുള്ള ആയത്ത് എന്താ പറഞ്ഞ? ഖാലിൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറുൻ അലീം. നബിയെ, തങ്ങൾ മുഅ്മിനീങ്ങളോട് പറയണം അവർക്ക് ഖദമു സിദ്ഖുണ്ട്, അവർക്കൊരു പതറാത്ത പാദമുണ്ട് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ. ഖാലിൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറുൻ മുബീൻ. സത്യനിഷേധികൾ അതേ സമയത്ത് പറയുന്നത് ഈ മനുഷ്യനെപ്പറ്റി മാരണക്കാരനാണ് എന്നാണ്. അപ്പോൾ ആരെപ്പറ്റിയായി പറഞ്ഞത്? മുഹമ്മദ് റസൂലുള്ളാഹിയെ പറ്റിയാണ്. വളരെ വ്യക്തമാണ്. എൻ്റെ ബാക്കി ഏതാണ് ആയത്തിൻ്റെ? ഏതാവട്ടെ, ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി മുഅ്മിനീങ്ങളുടെ അത്താണിയാണെന്നല്ലേ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? പിടിച്ചു നിൽക്കാൻ പറ്റിയ പതറാത്ത പാദമാണ്, ഉറച്ച പാദം. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫി ആജാമിഹാ തജിമി മൗലായ. റബീഉൽ അവ്വലിൻ്റെ തുടക്കത്തിൽ നമുക്ക് മുത്തുനബിയുടെ മദ്ഹ് ഒരുപാട് പറയണം. എന്നിട്ട് ഹബീബിലേക്ക് നമ്മുടെ ഹൃദയം അടുപ്പിക്കണം. നമുക്ക് ഹബീബിലേക്ക് അടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സുഹൃത്തുക്കളെ, ഇത് തന്നെയാണ് ബഹുമാനപ്പെട്ട ഇമാം ബൂസരി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫി ആജാമിഹാ തജിമി. വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു, ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിനെ കൊണ്ട് സഹായം ഉറപ്പായാൽ, വമൻ തകും ബി റസൂലില്ലാഹി നുസ്റതുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം ഹബീബിനെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ഉറപ്പായാൽ, ആർക്കെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹായം കിട്ടുകയാണെങ്കിൽ, ഇൻ തൽഖഹുൽ ഉസ്ദു ഫി ആജാമിഹാ തജിമി. ഇൻ തൽഖഹുൽ ഉസ്ദു, സിംഹങ്ങൾ അവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ, ഫി ആജാമിഹാ,
അതിൻ്റെ ഘോര വനങ്ങളിൽ വെച്ച് സിംഹം അവനെ കണ്ടുമുട്ടുകയാണെങ്കിൽ തെജിമി, അത് പേടിച്ച് അല്ലെങ്കിൽ വഴിപ്പെട്ട് അനുസരണത്തോടെ അത് വായ അടച്ച് പിടിച്ച് നിൽക്കും അവൻ്റെ മുമ്പിൽ. ആ സിംഹം ഗർജിച്ച് അവനെ പേടിപ്പിക്കുകയില്ല, അവനെ വന്ന് കടിച്ച് കീറി പിച്ച് ചീന്തുകയില്ല. അവനെ ബഹുമാനത്തോടെ ആദരവോടെ കാണും ആ സിംഹം. തെജിമി, അത് ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. തെജിമി വജമ യജിമു എന്ന് അറബി പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് മിണ്ടാതെ നിൽക്കും, യാതൊരുവിധ പോക്കിരിത്തരും കാണിക്കൂല. സിംഹം അതിൻ്റെ ഘോര വനങ്ങളിൽ വെച്ചൊരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ ഉറപ്പല്ലേ അവൻ്റെ കഥ കഴിഞ്ഞു, അവന് അതിൻ്റെ ഭക്ഷണമായിരിക്കും. എന്തിനാണ് ഇമാം ബുസീരി റളിയല്ലാഹു ഘോരവനങ്ങളിൽ വെച്ച് എന്ന് പറഞ്ഞത്? പുറത്തുനിന്ന് സിംഹത്തിന് അത്ര ശൗര്യം ഉണ്ടാവില്ല. നാട്ടിൽ നിന്ന് സിംഹം നമ്മളെ കണ്ടാൽ തന്നെ വെറുതെ വിടുമോ? പക്ഷെ നാട്ടിലിറങ്ങിയാൽ മൃഗത്തിന് ശൗര്യം കുറയും. കാട്ടിൽ അതിൻ്റേതായ ലോകത്താണ് അതിന് ശൗര്യം കൂടുക. നാട്ടിലിറങ്ങിയ പുലിക്ക് ധൈര്യം കുറയുമല്ലോ, അതുകൊണ്ടാണല്ലോ പുലി പകൽ സമയങ്ങളിൽ ഒളിഞ്ഞിരിക്കുക ചെയ്യാം. മനുഷ്യനെ പേടിയാണ് മൃഗങ്ങൾക്കൊക്കെ. പക്ഷെ ഗതി മുട്ടിയാൽ കടിക്കും, അത് വേറെ വിഷയം. പക്ഷെ പരമാവധി മനുഷ്യനിൽ നിന്ന് രക്ഷപ്പെടാനാണ് പുലി ശ്രമിക്കുക. അതേസമയം കാട്ടിലേക്കടി ചെന്നാൽ അത് പകലും രാത്രിയൊന്നുമില്ല, അത് മൂപ്പരുടെ ലോകമാണ്. പ്രത്യേകിച്ച് കാട്ടുരാജാവായ സിംഹത്തെയാണ് മഹാനവറുകൾ ഉദാഹരണത്തിനെടുത്തത്. പുലിയോ അല്ല, സിംഹത്തെയാണ് ഉദാഹരണത്തിനെടുത്തത്. എന്നിട്ട് നല്ല ഘോരവനങ്ങളുടെ ഉള്ളിൽ വെച്ച് ഒരു സിംഹം ഒരാശിക്കിനെ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഒരു സ്നേഹിതനെ കണ്ടുമുട്ടിയാൽ അയാളോട് ആ സിംഹം കാണിക്കുന്ന നിലപാടാ പറഞ്ഞത് തെജിമി. അത് വായ അടക്കിപ്പിടിച്ചു നിൽക്കും, ഗർജിക്കുകയില്ല, ഇവനെ പേടിപ്പിക്കുകയില്ല, ഇവനെ ആക്രമിക്കുകയില്ല. ഒരക്രമ സ്വഭാവവും അതിൻ്റെ അടുത്തുനിന്നുണ്ടാവൂല. എന്താ കാരണം? ലോകത്ത് ഒരാളുടെ ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ മുഹമ്മദുർ റസൂലുള്ളാഹിയാണ്. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖഹുൽ ഉസ്ദു ഫീ അജമിഹാ തജ്മി. ബഹുമാനപ്പെട്ട സയ്യിദുനാ സഫീന റളിയല്ലാഹു അൻഹു, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും പ്രമുഖരായ ഒരു സ്വഹാബിയാണ് സഫീനത്ത് റളിയല്ലാഹു അൻഹു. ആ സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ പറഞ്ഞയക്കുന്നു. എങ്ങോട്ടാ പറഞ്ഞയക്കുന്നത്? യമനിലേക്ക് പറഞ്ഞയക്കുന്നു. യമനിലേക്ക് വിടുക. യമനിലുള്ള മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്കൊരു കത്ത് നബിതങ്ങൾ തയ്യാറാക്കി. നബിതങ്ങളിൽ നിന്നൊരു വിവരം മുആദ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം. ഇത് യമനിലുള്ള മുആദിന് കൊടുത്തിട്ട് നിങ്ങൾ വരണം. ഏൽപ്പിച്ചത് സഫീനത്ത് റളിയല്ലാഹു അൻഹുവിനെയാണ്. സഫീനത്ത് റളിയല്ലാഹു അൻഹു ആ എഴുത്തുമായി അതാ യമനിലേക്ക് പോകുമ്പോൾ ഒരു കാടിൻ്റെ പരിസരത്തുകൂടെ പോകുന്നു. അപ്പോൾ ആ കാട്ടിൽ നിന്ന് പുറത്തേക്കൊരു സിംഹം ഇറങ്ങിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. കാട്ടിൻ്റെ ചാരത്തുകൂടെ പോകുമ്പം ആ സിംഹം വഴിയിലിറങ്ങി ഇയാളെ കണ്ടു. കണ്ട ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു അതാ ആദ്യം ഒന്ന് ഭയപ്പെടുകയാണ്. കാരണം സിംഹം മുമ്പിൽ ആരുമില്ല, എന്തു ചെയ്യും? ഉടനെ തന്നെ ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ എഴുത്തിങ്ങ് പൊക്കി, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ കുറിപ്പ്. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ ഒറ്റ പറച്ചിലാണ് സിംഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയുന്നു, അന റസൂലു റസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ദൂതനാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയക്കുന്ന ആളാണെന്നർത്ഥം. അള്ളാഹ് നമ്മളിലേക്ക് പറഞ്ഞയച്ച ആളാണ് റസൂലുള്ളാഹി. ആ റസൂലുള്ള തൻ്റെ ഒരാവശ്യത്തിന് വേണ്ടി മുആദ് ഇബ്നു ജബലിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുകയാണ് മഹാനവറുകളെ. അതുകൊണ്ട് പറഞ്ഞതാണ് അങ്ങനെ, അന റസൂലു റസൂലില്ലാഹ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ റസൂലാണ്, റസൂലിൻ്റെ ദൂതനാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൂതൻ, മെസ്സഞ്ചർ എന്നേ ഉള്ളൂ. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതൻ്റെ ദൂതനാണ്. എന്നെ പറഞ്ഞയച്ചത് എങ്ങോട്ടാണെന്നറിയോ?
എന്നെ പറഞ്ഞേക്കുന്നത് ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ് യമനിലുള്ള. വഹാദാ കിതാബു റസൂലില്ലാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ലെറ്ററാണ്, ഇത് നബിതങ്ങളുടെ കത്താണ്, നബിതങ്ങളുടെ എഴുത്താണ്. ഇത് മുആദ് ഇബ്നു ജബലിൽ എത്തിക്കലാ എൻ്റെ ഉത്തരവാദിത്തം. അതിന് തടസ്സം നിൽക്കുന്ന വിധം നിങ്ങൾ എന്നെ കടിച്ചു കീറരുത്, നീ എന്നെ കടിച്ചു കീറരുത്, സിംഹത്തോട് പറയാണ്. അതുകൊണ്ട് എന്നെ ഭയപ്പെടുത്തരുത്, ഒന്ന് മാറി നിൽക്കണം എന്ന് ഈ സിംഹത്തോട് പറഞ്ഞപ്പോൾ ഫഹംഹമ, ഈ സിംഹം ഒന്ന് മുരണ്ടൂന്ന ചെറിയൊരു സൗണ്ട് ഇങ്ങനെ ഉണ്ടാക്കി. എന്നിട്ട് കാട്ടിലേക്ക് പിറകോട്ടങ്ങ് മാറി, പിന്നോട്ട് ഇങ്ങനെ അങ്ങോട്ട് വലിഞ്ഞു കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ. മഹാനവറുകൾ ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ മഹാനവറുകൾ അങ്ങനെ മുന്നോട്ട് നീങ്ങി പോയി. എത്രയായിരിക്കും അപ്പോൾ ഉള്ള സന്തോഷങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഇത്തരത്തിലുള്ള സഹായങ്ങൾ അനുഭവിച്ച സ്വഹാബത്ത്, അവർക്കൊക്കെ ഈ ആയത്തിൻ്റെ അർത്ഥം മനസ്സിലായത് ഏത് രൂപത്തിലായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വബശ്ശിരില്ലദീന ആമനു അന്നലഹും ഖദമ സിദ്ഖിൻ. അവരുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അവർ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നും ഒരത്താണിയായി സ്വീകരിക്കൂലേ അവർ? മുഅ്മിനീങ്ങൾ അങ്ങനെയാ വേണ്ടത്. എന്നും കാലാകാലം വിശ്വാസികൾ ഇതേ നിലപാടേ സ്വീകരിച്ചിട്ടുള്ളൂ. അതിവിടെ അല്പെങ്കിലും മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, വളരെ ചെറിയ ഒരു ന്യൂനപക്ഷത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ ഒരു വിശ്വാസവും ഈ ഒരു വികാരവും ഇറക്കിക്കളയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ചെറിയ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇറക്കിക്കളയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മാത്രമാണ് ബിദ്അത്തുകാരൻ്റെ സേവനം. വേറെ പരിശുദ്ധ ഇസ്ലാമിന് അവനൊന്നും ചെയ്തിട്ടില്ല. മുത്തുനബിയെ ഹൃദയത്തിൽ നിന്ന് കുടിയിറക്കാൻ വല്ലതും അവനെ കൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചുരുക്കം ചിരലിൽ അത് സാധിച്ചിട്ടുണ്ടെന്ന്. അതായിരിക്കും നാളെ പരലോകത്ത് മുത്തുനബിയുടെ സന്നിധാനത്തിൽ അവർക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ സേവനം. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു പോയി തിരിച്ചു വരുമ്പോൾ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ മറുപടി കത്ത് എഴുതി റസൂലുള്ളാഹിക്ക്. കാരണം യമനിലെ ഗവർണറായിട്ട് മുആദിനെ നിശ്ചയിച്ചത് റസൂലുള്ളാഹിയാണ്. അപ്പൊ നബി തങ്ങൾക്ക് എന്തോ വിവരം അങ്ങോട്ട് പറയാനുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് മറുപടിയും പറയാനുണ്ട്. ഇതാ സംഭവിച്ചത്. അപ്പൊ ആ മറുപടി ആയിട്ട് വരുമ്പോ അതേ വഴിയിൽ ഇയാളെ കാത്തു നിൽക്കുന്നു സിംഹം. പടച്ചോനെ, ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹു സത്യത്തിൽ ഒന്ന് ഞെട്ടി. എന്താ കാരണം? അള്ളാഹുവിന്റെ റസൂലിന്റെ എഴുത്ത്, ഈ എഴുത്ത് മുആദ് ഇബ്നു ജബലിനെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. അതങ്ങോട്ട് എത്തിക്കാൻ എന്നെ സഹായിക്കണം, ഇതിന് തടസ്സം നിൽക്കരുത്. ഇപ്പം എഴുത്തൊക്കെ കൊടുത്തിട്ട് വരികയല്ലേ, ഇപ്പം ആ പരിപാടി കഴിഞ്ഞല്ലോ അല്ലേ, ഇപ്പോൾ എഴുത്ത് കൊടുത്തിട്ട് വരികയാണല്ലോ, ഇനി ആ തടസ്സമല്ലല്ലോ. പടച്ചോനെ ഏതെങ്ങാനും പറഞ്ഞാൽ ഞാൻ എന്താവും? അങ്ങനെ ചിന്തിച്ചു മഹാനവറുകൾ എന്തു ചെയ്യും. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ എഴുത്തെടുത്തു. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിന് എഴുതിയ കത്താണിത്, ഇതങ്ങോട്ട് എത്തിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ദയവ് ചെയ്തെന്നെ ശല്യം ചെയ്യരുത്. അപ്പോൾ ചരിത്രത്തിൽ കാണാം, അബൂ അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന് ഒരു കിതാബുണ്ട്, തദ്കിറത്തുൽ മുഹിബ്ബീൻ ഫി അസ്മാഇ സയ്യിദുൽ മുർസലീൻ. 1000 ചില്ലാനും പേജുകളുണ്ട്. ഈ ഗ്രന്ഥത്തിൽ മഹാനവറുകൾ എഴുതിയത് കാണാം. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹാനവറുകൾ ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് കാണാം. ഈ സംഭവം വിശദമായിട്ട് ഇതെടുത്ത് കാണിച്ചപ്പം സിംഹം അതുപോലെ തന്നെ ഫജഅല യുഹംഹിമു, ഒന്നിങ്ങനെ നീണ്ട് മുരണ്ടു. അവിടെ എഴുതുന്നു, ആദ്യം മുരണ്ടതിനേക്കാൾ ഒന്നും കൂടെ സുദീർഘമായി മുരണ്ടു. നേരത്തെ മുരണ്ടതിനേക്കാൾ ഒന്നും കൂടെ സുദീർഘമായി മുരണ്ടു. സുബ്ഹാനല്ലാഹ്. ശരി, അത് കഴിഞ്ഞു.
സിംഹം നേരെ കാട്ടിൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിഞ്ഞു. പക്ഷേ മുഖത്തേക്ക് നോക്കിയിട്ട് കുറേ നേരം ഇങ്ങനെ ഒച്ച ഉണ്ടാക്കി. എന്താണെന്നൊന്നും അറിയില്ല. നേരെ വന്നു, ജീവൻ രക്ഷപ്പെട്ട സന്തോഷത്തിൽ ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സവിധത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ് തങ്ങളെ ഇന്നുണ്ടായത്. അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ഈ യാത്രയിൽ എനിക്കുണ്ടായ അനുഭവം ചെറുതല്ല, വളരെ വലുതാ തങ്ങളെ എന്ന് പറഞ്ഞിട്ട് അതങ്ങ് അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ശരിയാണ് സഫീന, ആ സിംഹം നിങ്ങളോട് എന്തോ സംസാരിച്ചോ? ഇല്ല നബിയെ, അതെന്തോ അങ്ങനെ മുരണ്ടു. അങ്ങോട്ട് പോകുമ്പോഴും എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ റസൂലുള്ളാഹിൻ്റെ ദൂതനാണ് എന്ന് പറഞ്ഞപ്പോൾ ഈ എഴുത്ത് മുആദ് ബിൻ ജബലിന് കൊടുത്തു വരണം, അതുവരെ എന്നെ ഫ്രീ ആക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തോ മുരണ്ടു. ഇങ്ങോട്ട് പോരുമ്പോഴും ഇത് പറഞ്ഞപ്പോൾ എന്തോ സുദീർഘമായി മുരണ്ടു. ഇത്ര മാത്രമേ അറിയുള്ളൂ. നബി തങ്ങൾ പറഞ്ഞു, ആ പറഞ്ഞതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹിൻ്റെ ആളാണ്, ഞാൻ റസൂലുള്ളാഹിൻ്റെ റസൂലാണെന്ന് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞില്ലേ? ആ സമയത്ത് ആ സിംഹം മുരണ്ടത് മറ്റൊന്നുമല്ല. അത് ശരി, നിങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ദൂതനാണോ എങ്കിൽ, നബി തങ്ങൾ പറഞ്ഞയച്ച ആളാണോ എങ്കിൽ, കൈഫ റസൂലുള്ളാഹി വ അബൂബക്കറിൻ വ ഉമർ വ ഉസ്മാൻ. അങ്ങോട്ട് പോകുമ്പോൾ നിങ്ങളോട് ആ സിംഹം ചോദിച്ചത് അതാണ്, അള്ളാഹിൻ്റെ റസൂലിൻ്റെ കൂട്ടുകാരനാണോ? എന്നാൽ റസൂലുള്ളാഹിൻ്റെ വിശേഷം എന്തൊക്കെയാ? അബൂബക്കറിന് സുഖം തന്നെയല്ലേ? ഉമറിൻ്റെ വിശേഷം എന്താണ്? അലി ഇബ്നു അബീ ത്വാലിബിന് സുഖമല്ലേ? ഇതാണ് ചോദിച്ചത്. നിങ്ങൾക്കതിൻ്റെ ഭാഷ അറിയാത്തത് കൊണ്ടാണ്. തിരിച്ചു പോരുമ്പോൾ ഒരല്പവും കൂടെ നീണ്ടു മുരണ്ടത്. ഒന്നുമല്ല, അതിൻ്റെ അർത്ഥം ബല്ലിഗ് അന്നി അസ്സലാമ ഹബീബി മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അസ്ഹാബഹു അബൂബക്കറിൻ വ ഉമറ വ അലിയ വ ഉസ്മാന വ അലിയൻ വ അമ്മാറൻ വ സുഹൈബ. ഇങ്ങോട്ട് പോരുമ്പോൾ നിങ്ങളോട് പറഞ്ഞത്, എനിക്കും ഇപ്പൊ പേര് പറഞ്ഞ അബൂബക്കർ, അലി, ഉമർ, ഉസ്മാൻ, സുഹൈബ്, അമ്മാർ, ഇവർക്കൊക്കെ ഒരു സലാം പറയണമെന്ന്. എൻ്റെ ഹദ്റത്തിലുള്ള ഇവരോടൊക്കെ ആ സലാം പറയണം. നിങ്ങളെ ഏൽപ്പിച്ചത് അതാണ്. സുബ്ഹാന മൻ ജല്ല ജലാലു. ഇവിടെയാണ് മക്കളെ ചിന്തിക്കേണ്ടത്. ഈ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇമാം ബൂസീരി തങ്ങൾ പറഞ്ഞത്, വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇം തൽഖാഹുൽ ഉസ്ദു ഫീ ആജാമിഹാ തജ്മീ മൗലായ. സുബ്ഹാനല്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നും വിശ്വാസികൾക്ക് അത്താണിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിൻ്റെ തുടക്കം മുതലേ ലോകത്തിൻ്റെ അത്താണിയാണ്. തൻ്റെ ഉമ്മത്തിന് മാത്രമല്ല, വബശ്ശിരില്ലദീന ആമനു, അല്ലദീന ആമനു, മുഅ്മിനീങ്ങൾക്ക് മൊത്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താണിയാണ്. അത് ആദം നബി അലൈഹിസ്സലാം തൊട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷം അനുഭവിച്ചിട്ടുണ്ട്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം കിട്ടിയിട്ടുണ്ട് അവർക്കൊക്കെ. ബഹുമാനപ്പെട്ട ഹലീമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് പറയുന്നത് കാണാം, എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യ സമൂഹത്തിന് മൊത്തം റഹ്മത്തായിട്ടാണ് അവതരിപ്പിച്ചത് എന്ന് ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. എൻ്റെ വീട്ടിൽ മുല കുടിക്കുന്ന കൊച്ചു കുഞ്ഞായ നാളിൽ ബഹുമാനപ്പെട്ട ഷഫീഉനാ റസൂലുള്ളാഹി തങ്ങളെപ്പറ്റി ഹലീമ ബീവി പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കയറിയതോടുകൂടെ ബനൂ സഅദ് ഗോത്രത്തിലെ എല്ലാ ചുറ്റുപാടുകളും മെച്ചപ്പെട്ടു. അവിടെ ആകെ ഒരു കസ്തൂരി ഗന്ധം പരന്നു. ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങ് വന്നാൽ എന്താ അവിടെ നല്ലൊരു മണം, എന്താണ് ഇവിടെ ഒരു സുഗന്ധം,
എന്നെല്ലാവരും ഇങ്ങനെ ചോദിക്കും. മുഹമ്മദുർ റസൂലുള്ളാഹി ഞങ്ങളെ വീട്ടിൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. ഇതെന്നാ പറയുന്നത്? ഹലീമ ബീവി നബിതങ്ങൾ അന്ന് മുലയൂട്ടി വളർത്തി വലുതാക്കി ഉമ്മക്ക് തിരിച്ചു കൊടുത്ത് ആ കുഞ്ഞ് വളർന്ന് വലുതായി കല്യാണം കഴിച്ചു. പിന്നെയും 10-15 കൊല്ലം ജീവിച്ചു. നുബൂവത്ത് കിട്ടി. പിന്നെ അതാ 10-13 കൊല്ലം ശത്രുക്കളുടെ ആരോപണങ്ങളും അക്രമങ്ങളും ഒക്കെ സഹിച്ച് എല്ലാം സഹിച്ച് അവസാനം ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ വന്നിട്ടാണ് ഹലീമ ബീവി വിശ്വസിക്കുന്നത്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ മദീനത്ത് വന്നതിൻ്റെ ശേഷം, ആ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ വിശ്വസിച്ചതിൻ്റെ ശേഷം തൻ്റെ മോനെപ്പറ്റി ചെറുപ്പത്തിലെ അനുഭവം വിശദീകരിക്കുക. വളരെ ചെറുപ്പത്തിലെ അനുഭവം. അന്നേ ഈ കുട്ടി വലിയ അത്ഭുതങ്ങളാ കാണിച്ചത്. എൻ്റെ വീട്ടിലാകെ കസ്തൂരി ഗന്ധം പരത്തി. മാത്രമല്ല ജനങ്ങളുടെ ഹൃദയത്തിൽ ഈ കുഞ്ഞിനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ശരീരത്തിൽ വല്ല വേദനയോ രോഗമോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെൻ്റെ വീട്ടിൽ വരും. ചെറുപ്പം മുതലേ അവർ കണ്ടുപിടിച്ച ഒരു ഹിക്മത്തായിരുന്നു. എൻ്റെ വീട്ടിൽ വരും, എന്നിട്ട് അവരെന്താ ചെയ്യുക? അഹദ കഫഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഈ ചെറിയ കുഞ്ഞിൻ്റെ കൈ പിടിക്കും. അവിടുത്തെ കൈ ഉള്ളംകൈ കൈപ്പത്തി, ആ കൈപ്പത്തി എടുത്തിട്ട് ഫയളഉഹ അലാ മൗദിഇൽ അദാ, വേദന ഉള്ള ഭാഗത്ത് ഇങ്ങനെ വെക്കും. മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് വേദന ഉള്ള ഭാഗത്ത് ഇങ്ങനെ വെക്കും. ഫയബ്റഉ ബിഇദ്നില്ലാഹി സരിഅ, അള്ളാഹുവിൻ്റെ സമ്മതത്തോടുകൂടെ ഉടനെ തന്നെ ആ രോഗം അങ്ങ് സുഖപ്പെട്ടു പോകും. ആടുകൾക്ക്, പശുവിന്, ഒട്ടകത്തിനും ആടിനുമൊക്കെ ബഈറുൻ ഔഷാത്ത് അങ്ങനെയാ പറഞ്ഞത്. ഒട്ടകം, ആട് അന്ന് അതൊക്കെയാണല്ലോ അവരുടെ ഇടയിൽ കൂടുതലുള്ളത്. ഈ ഒട്ടകത്തിനും ആടിനൊക്കെ അസുഖമായാൽ ഇതുപോലെ കൊണ്ടുവരും. ആ ഒട്ടകത്തിൻ്റെയും ഈ ആടിൻ്റെയും ഒക്കെ ശരീരത്തിൽ ഇങ്ങനെ റസൂലുള്ളാഹിൻ്റെ കൈ പിടിച്ചിട്ട് ഇവരിങ്ങനെ വെപ്പിക്കും. അതോടുകൂടെ വിഷയം തീർന്നു, എല്ലാം സുഖപ്പെടും. ബഹുമാനപ്പെട്ട സൈനി ദഹ്ലാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ സീറത്തുൻ നബവിയിൽ എഴുതിയ സംഭവമാണിത്. ഹലീമ ബീവിയുടെ വിശദീകരണം. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവർ പറയുന്നത് കാണാം. നമുക്ക് കുറച്ച് സംഭവങ്ങൾ, കൂടുതൽ വേണ്ട. ഈ ആയത്ത് മനസ്സിൽ ഉറക്കാൻ ആവശ്യമായ ഒരു 4-5 സംഭവങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ക്ലാസ് സമാപിക്കാം. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഒരുപാട് ദീർഘമായ യാത്ര നടത്തി. ഒരു വലിയ ആ ജീവിതം മുഴുവൻ അന്വേഷണ യാത്രയായിരുന്നു. സത്യം തേടിയുള്ള ഒരു യാത്രയാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളുടെ യാത്ര. പറഞ്ഞാൽ തീരൂല ആ കഥ. സൽമാനുൽ ഫാരിസിയുടെ കഥ പറഞ്ഞാൽ തീരൂല. എല്ലാ മതങ്ങളും പരീക്ഷിച്ച് അതൊക്കെ ഇന്ന് സത്യം തോന്നുമ്പോൾ അതിൽ കൂടും, അത് സത്യം തോന്നുമ്പോൾ പിന്നെ അതിൽ നിന്ന് മാറി വേറൊന്ന് സത്യം തോന്നുമ്പോൾ അതിൽ കൂടും. അവസാനം എത്തിയത് ഇസ്ലാം മതത്തിലാണ്. ബഹുമാനപ്പെട്ടവരെ കുറിച്ച് വേണമെങ്കിൽ മലയാളത്തിൽ വായിക്കാൻ നമ്മുടെ ബഹുമാനപ്പെട്ട PMK ഫൈളി ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ഖബർ വെളിച്ചാക്കി കൊടുക്കട്ടെ. എല്ലാവർക്കും അറിയാലോ, നല്ലൊരു മനുഷ്യനായിരുന്നു, നല്ല വലിയൊരു പണ്ഡിതൻ, ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങൾ നടത്തിയ മഹാനാണ്. അദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, സത്യം തേടിയുള്ള ഒരു തീർത്ഥയാത്ര. അത് സൽമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. ഫുള്ള് കഴിയുമെങ്കിൽ വായിക്കണം, കാരണം നല്ല പുസ്തകമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു. നബിയെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് വന്നു, വിശ്വസിച്ചു, ഒക്കെയായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമയായ സൽമാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, കാത്തിബിയ സൽമാൻ, സൽമാൻ നിങ്ങൾ എത്ര കാലം ഒരാളുടെ അടിമയായിട്ട് ഇങ്ങനെ കഴിയും? കരാർ പത്രം എഴുതിക്കോ എന്ന് പറഞ്ഞു. കരാർ പത്രം എഴുതിക്കോ ഉടമയുമായിട്ട്, എന്നാൽ മോചനപത്രം എഴുതാൻ പറഞ്ഞു. മോചനപത്രം എഴുതി കരാറുണ്ടാക്കാൻ പറഞ്ഞു. ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന സംഗതി തന്നാൽ എന്നെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കണം, അതിനുടമയുമായിട്ട് ഒപ്പുവെക്കുന്ന കരാറാണ് മോചനപത്രം. ആ മോചനപത്രം എഴുതാൻ പറഞ്ഞു. എഴുതി. അപ്പോൾ മുതലാളി പറഞ്ഞു, എന്താ തരിക?
മോചിപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, വലിയ സംഖ്യ കൊടുക്കണം, അപ്പോഴേ മോചിപ്പിക്കുള്ളൂ. എന്ന് പറഞ്ഞാൽ ഒരു അടിമനെ മോചിപ്പിക്കണമെങ്കിൽ ഒരു 10 അടിമനെ വാങ്ങാനുള്ളത് പോലെ അപ്പുറത്തുണ്ടാക്കി വെക്കും. എന്നാൽ ഈ അടിമക്ക് സ്വയം അത് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അടിമക്ക് മോചനം നേടിപ്പോകാം, സ്വതന്ത്രനായി പോകാം. എന്താ തരാന്ന് ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു 300 ഈത്തപ്പന, 300 ഈത്തപ്പനകൾ നട്ട് പിടിപ്പിച്ച് അത് പോറ്റി വളർത്തി ശുശ്രൂഷിച്ച എല്ലാം ആക്കിയിട്ട് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. എന്നാൽ അന്ന് നിനക്ക് മോചനമുണ്ട്. ഇതാണ് കരാർപത്രം എഴുതിയത്. 300 ഈത്തപ്പനകൾ റെഡിയാക്കിയിട്ട് കൊടുക്കണം. സുബ്ഹാനല്ലാഹ്, കുഴി കുത്തിയത് ഞാനാണ്. കാരണം അവിടെ മുതൽ അതിനൊന്നും കൂലിക്കാരെ മുതലാളി തരൂല. 300 ഈത്തപ്പനകൾ വെക്കാനുള്ള കുഴി കുത്തി, അത് ശരിക്ക് ആ ഈത്തപ്പനകൾക്ക് വേണ്ട വളവും വെള്ളവും ഒക്കെ കൊടുത്തത് പോറ്റി വളർത്തി അത് കൊടുക്കണം. പിന്നെ 40 ഊക്കിയയും കൊടുക്കണം. 40 ഊക്കിയ എന്ന് പറഞ്ഞാൽ ഒരു ഊക്കിയ എന്ന് പറഞ്ഞാൽ 400 ദിർഹമാണ്. അങ്ങനെ 40 ഊക്കിയ അതും കൊടുക്കണം എന്ന് പറഞ്ഞാൽ കാശ്. അങ്ങനെ വന്നപ്പം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ തങ്ങൾ പറഞ്ഞതനുസരിച്ച് കരാർ പത്രം എഴുതിയിട്ടുണ്ട്. എന്തൊക്കെയാണ് എഴുതിയത്? 300 ഈത്തപ്പന തൈകൾ നട്ടുപിടിപ്പിച്ച് അത് വലുതാക്കി കൊടുക്കണം. അതിനൊക്കെ കാലെത്ര പിടിക്കും? പിന്നെ 40 ഊക്കിയ സ്വർണ്ണ നാണയവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കരാർ എഴുതിയോ? എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, മൻ യുഈനു സൽമാൻ. നോക്കണം നിങ്ങൾ, ആരാണ് സൽമാനെ സഹായിക്കുക? സൽമാൻ ഇങ്ങനെ കരാർ പത്രം എഴുതിയിട്ടുണ്ട്, വലിയ കരാർ പത്രം. അപ്പോൾ കുഴി സൽമാൻ വെട്ടിക്കൊള്ളും. അതിൽ വെക്കാനുള്ള 300 ഈത്തപ്പന തൈകൾക്ക് വലിയ പൈസ വരും. ആരാണ് ആ ഈത്തപ്പന തൈകൾ കൊടുത്ത് സഹായിക്കുക? സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് പറയാൻ തുടങ്ങി, അള്ളാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് എന്നെ സഹായിച്ചു. സൽമാൻ റളിയല്ലാഹു അൻഹു പറയാൻ, ബി 30 വദിയ വ 20 വദിയ വ 10 കുല്ലു റജുലിൻ അലാ ഖദ്രി മാ ഇൻദ. ഒരാൾ 30 തൈ സംഭാവന തന്നവരാ കൂട്ടത്തിലുണ്ട്, 20 തൈ സംഭാവന നൽകിയവരുണ്ട്, 10 നൽകിയവരുണ്ട്. വകുല്ലു റജുലിൻ അലാ ഖദ്രി മാ ഇൻദ. ഓരോരുത്തരും അവൻ്റെ അടുത്തുള്ളതിനനുസരിച്ച് തന്നു. ഒരു തയ്യാ തരാൻ പറ്റുന്നതെങ്കിൽ അതിന് കഴിയണോ 1 റുപ്യ കൊടുത്തിട്ട് സഹായിക്കുന്നത് പോലെ 1 തൈ കൊടുത്ത് സഹായിക്കാൻ പറ്റുന്നവൻ 1 തൈ തന്നു. അങ്ങനെ 10, 20, 30, 1, 2, 3 ഒക്കെ ആയിട്ട് 300 ഈത്തപ്പന തൈകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്ത് എനിക്ക് തന്നു. ആ സമയത്ത് നബി തങ്ങളെ ആ സദസ്സിൽ നിന്ന് 300 തൈകൾക്കും തീരുമാനമായപ്പോൾ ഞാൻ 30 കൊടുത്തോളാം, ഞാൻ 20 കൊടുത്തോളാം, ഞാൻ 10 കൊടുത്തോളാം എന്ന് പറഞ്ഞു 300 അങ്ങ് ഒത്തപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഫഖിർ ലഹാ യാ സൽമാൻ, ഫഖിർ ലഹാ യാ സൽമാൻ, സൽമാൻ നീ പോയിട്ട് കുഴിയെടുത്തോ എന്ന് പറഞ്ഞു. കുഴിച്ചോ, ഇത് വെക്കാനുള്ള കുഴി ഉണ്ടാക്കിക്കോ, കുഴി ഉണ്ടാക്കി തീരുമാനമാകും. അത് തീരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വാ, ഇവര് ഈ തൈകളൊക്കെ തരും. ഫഖീർ ലഹാ യാ സൽമാൻ, സൽമാനെ. ഫഖീർ എന്ന് പറഞ്ഞാൽ തഫ്കീർ എന്ന് പറഞ്ഞാൽ കുഴി വെട്ടുന്നതിനാണ് ഫഖീർ അറബിയിൽ. ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അതാണ്. കുഴിയെടുക്കൂ സൽമാൻ. സൽമാൻ റളിയല്ലാഹു അൻഹു കുഴി കുത്തി. ഫഫഖർതു ലഹാ, ഞാൻ കുഴി കുത്തിയതിൻ്റെ ശേഷം സ്വഹാബു റസൂലില്ലാഹ്, അതാ ഞാൻ കുഴി കുത്തുമ്പോൾ തന്നെ അവർ വന്നു, എൻ്റെ കൂട്ടുകാർ വന്നു, എന്നെ സഹായിച്ചു. സൽമാൻ, നീ മാത്രം കുഴിക്കണ്ട, ഞങ്ങളും കൂടി തരാം. വഅഅനനി ഫിഹാ സ്വഹാബി, അതിലും എൻ്റെ കൂട്ടുകാരെന്നെ സഹായിച്ചു. അത്താ ഫറഗ്നാ മിൻഹു, ഞങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഈ കുഴിവെട്ടൽ കർമ്മം കഴിച്ചു. അപ്പോണ്ട് കുഴിവെട്ടലൊക്കെ തീർന്നപ്പോൾ ഫജാ റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും, സ്വഹാബത്ത് ഓരോരുത്തരും അവരുടെ തൈകൾ കൊണ്ടുവന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയി കൊടുത്തു.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങോട്ട് കൊണ്ടുപോകാം, തൈകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് നബിതങ്ങളാണ് കുഴിച്ചിടുന്നത്, നബിതങ്ങളാണ് ഈ ഈത്തപ്പന തൈകൾ നടുന്നത്. ശ്രദ്ധിച്ചോളൂ. നബിതങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആരും വെക്കണ്ട, അങ്ങോട്ട് കൊണ്ടുവരും. അങ്ങനെ നബിതങ്ങൾ ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. ശരിക്ക് ശ്രദ്ധിച്ചോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കുഴിയിലും ഇങ്ങനെ 1, 2, 3 ഇങ്ങനെ എണ്ണി വെച്ചു. വയളഉഹു ബിയദൈ, നബിതങ്ങളുടെ കൈ കൊണ്ട് തന്നെ ഈ തൈകൾ വെക്കും. വയുസവ്വി അലൈഹ തുറാബ്, നബിതങ്ങൾ തന്നെ മണ്ണ് നീക്കി മൂടിയിടും. കുഴി വെച്ചതിന് ശേഷം നബിതങ്ങൾ തന്നെ മണ്ണ് നീക്കും. എന്നിട്ട് ശരിപ്പെടുത്താൻ അവരെ ഏൽപ്പിക്കും. അങ്ങനെ ഫഗറസഹ കുല്ലഹ, എല്ലാം അല്ലാഹുവിൻ്റെ റസൂൽ നട്ടു. ഇല്ലാ നഖ്ലതൻ വാഹിദ, ഇല്ലാ നഖ്ലതൻ വാഹിദ, ഒരൊറ്റ ഈത്തപ്പന ഒഴികെ ബാക്കിയുള്ളതൊക്കെ നട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടാണ്. ഒരു ഈത്തപ്പഴന അത് ഗറസ്തുഹാ ബിയദീ, അത് ഞാനാ വെച്ചത്, ഇത് ഈ വെച്ചോന്ന് പറഞ്ഞു. വേറെ റിപ്പോർട്ടിലുണ്ട് ഗറസഹാ ഉമർ, അത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് വെച്ചത്. രണ്ടാണെങ്കിലും നബി അല്ല വെച്ചത്, ഒന്നുകിൽ സൽമാൻ അല്ലെങ്കിൽ ഉമർ റളിയല്ലാഹു അൻഹു വെച്ചു. ഫഅത്അമൻ നഖ്ലു കുല്ലുഹാ മിൻ സനതി, എല്ലാ ഈത്തപ്പനകളും അതേ വർഷത്തിൽ തന്നെ കായ്ച്ചു, ആ വർഷത്തിൽ തന്നെ കായ്ച്ചു. ഇല്ല തിൽക്കൻ നഖ്ല, ഈ ഒരു ഈത്തപ്പന ഒഴികെ. മുത്തുനബിയുടെ കൈകൊണ്ട് വെക്കാത്ത ഈത്തപ്പന അല്ലാത്തതൊക്കെ ആ വർഷം കായ്ച്ചു. കാരണം ഒരു ഈത്തപ്പന അങ്ങനെ വളർത്തിയിട്ട് ഒരു തെങ്ങ് കായ്ക്കണമെങ്കിൽ കാലത്ര പിടിക്കും. അങ്ങനെ വളർത്തിയെടുത്തിട്ട് വേണം മോചനം കിട്ടാൻ. പക്ഷേ മുത്തുനബിയുടെ കൈ കൊണ്ട് വെച്ചതിന്റെ ബറക്കത്താണ് അക്കൊല്ലം തന്നെ അതിന് അസാധ്യമായ വളർച്ച അത് കായ്ച്ചു റെഡിയായിട്ട് അങ്ങനെ നിന്നു, ഈ ഒരൊറ്റ ഈത്തപ്പന ഒഴികെ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു തോട്ടം കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, മൻ ഗറസഹാ, ഇതാരായിരുന്നു വെച്ചിരുന്നത്? ഖാലൂ ഉമറു യാ റസൂലല്ലാഹ്, നബി അത് സയ്യിദുനാ ഉമറാ വെച്ചത്. നബി തങ്ങള് അതാ വെച്ചെടുത്ത് തന്നെ ഉണ്ട്, അതാ വെച്ചെടുത്ത് തന്നെ ഉണ്ട്. ഒരു കൊല്ലത്തെ വളർച്ചയെ അതിനായിട്ടുള്ളൂ സാധാരണ ഉള്ളതുപോലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫനസഅഹ, അത് നബി തങ്ങൾ പറിച്ചിങ്ങോട്ടെടുത്തു. പറിച്ചെടുത്തിട്ട് സുമ്മ ഗറസഹാ ബിയദിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കൈ കൊണ്ട് വീണ്ടും അവിടെ വെച്ചു. ഫഹമലത്ത് മിന്നാമിഹ, ആ വർഷം തന്നെ അത് വീണ്ടും കായ്ച്ചു. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവല്ലദീ ബഅസഹു ബിൽ ഹഖ്, ബഹുമാനപ്പെട്ട സൽമാൻ റളിയല്ലാഹു അൻഹു പറയാണ്, നബി തങ്ങളെ സത്യസന്ദേശവുമായി പറഞ്ഞയച്ച റബ്ബ് സാക്ഷി. മാ മാതത് മിൻഹാ വദിയത്തുൻ വാഹിദ, ആ ഈത്തപ്പന തൈകളിൽ ഒന്നുപോലും നശിച്ചു പോയിട്ടില്ല, ഒന്നുപോലും വളരാതെ അത് ചെറുപ്പത്തിൽ തന്നെ ചീഞ്ഞു പോയ ഒരൊറ്റ എണ്ണം ഇല്ല, ഒന്നും മുരടിച്ച് നിന്നില്ല. സുബ്ഹാനല്ലാഹ്. അവസാനം ഇനി എനിക്കെന്ത് ചെയ്യണം? സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കാനുണ്ട്, 40 ഊക്കിയ കൊടുക്കണം. ഇത് മുതലാളി ഏൽപ്പിച്ചപ്പം സ്വർണ്ണ നാണയം എവിടെയെന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, അത് കൊടുക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിൽ ഞാൻ ചെന്നു, നബിയേ, ഇതാ ഈത്തപ്പനകൾ ഏൽപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞു, അത് തങ്ങളെ ബറക്കത്ത് കൊണ്ട് മാത്രം സാധിച്ചതാണ്. നബിയെ, ഇനി സ്വർണ്ണ നാണയങ്ങൾ കൊടുക്കണം, അതിനെൻ്റെ കൈവശം ഒന്നുമില്ല. ഹബീബായ നബി തങ്ങളുടെ അടുത്ത് ഞാൻ ഈ സങ്കടം ഇങ്ങനെ പറയുമ്പോഴാണ് അതാ ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് അതാ ഒരു പ്രാവിൻ്റെ മുട്ടയോളം വലിപ്പമുള്ള ബിമിസ്ലി ബൈളത്തിൽ ഹമാമ, ഒരു പ്രാവിൻ്റെ മുട്ടയുടെ വലുപ്പമുള്ള ഒരു സ്വർണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടുവന്നു കൊടുത്തു. ഒരു പ്രാവിൻ്റെ മുട്ട അത്ര വലുപ്പമുള്ള ഒരു സ്വർണത്തിൻ്റെ കട്ട സയ്യിദുനാ റസൂലുള്ളാഹിക്ക് ഒരു സ്വർണ്ണക്കട്ടി ഒരാൾ കൊണ്ടുവന്ന് ഹദിയയായിട്ട് കൊടുത്തു. ഇത് തങ്ങൾക്കാ, വളരെ ചെറുതല്ലേ ഉള്ളൂ. ഇത് കിട്ടിയ ഉടനെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി എന്നോട് പറഞ്ഞു, ഖുദ് ഹാദിഹി യാ സൽമാൻ ഫഅദ്ദിഹാ അൻക ദൈനക്, സൽമാനെ ഇത് കൊണ്ടുപോയിട്ട് നീ നിന്റെ കടം വീട്ട് സൽമാൻ. നബിയെ, എനിക്ക് 40 ഊക്കിയ വേണ്ട തങ്ങളെ, ഇതെന്താ ഉള്ളത്? ഈ സാധനം കൊണ്ട് എങ്ങനെയാ ഞാൻ കടം വീട്ടുക?
അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ ചോദിച്ചു, ഐന തഖഉ ഹാദിഹി മിമ്മാ അലയ്യ, നബിയെ എൻ്റെ മേലിലുള്ള കടബാധ്യത ആലോചിക്കുമ്പോൾ ഇത് എന്തിനാ ഉണ്ടാവുക? ഐന തഖഉ ഹാദിഹി മിമ്മാ അലയ്യ ഫഖല്ലബഹ അലാ ലിസാനിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ അത് തിരിച്ചു വാങ്ങിയിട്ട് നബി തങ്ങളുടെ വായിലിട്ട് അവിടുത്തെ നാവിലിട്ട് ഒന്നിങ്ങനെ മറിച്ചു. നാവ് കൊണ്ടൊന്ന് രണ്ടു വട്ടം ഇങ്ങനെ വായിലിട്ടിട്ട് ഇങ്ങനെ മറിച്ചു. സുമ്മ ഖദഫഹ ഇലൈ, എന്നിട്ട് എനിക്ക് എന്നെ തിരിച്ചു തന്നു. എന്നിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുപോയിക്കോ, ഇന്നല്ലാഹ സയുഅദ്ദി ബിഹാ അൻക ദൈനക്, ഇത് കൊണ്ടുപോയിക്കോ, അതുകൊണ്ട് നിന്റെ കടം വീടുന്നു. ഫവല്ലദീ നഫ്സി ബിയദിഹി, സൽമാനുൽ ഫാരിസി തങ്ങൾ പറയാണ്, എൻ്റെ ആത്മാവ് ആരുടെ നിയന്ത്രണത്തിലാണോ അവൻ സാക്ഷി. പടച്ച റബ്ബ് സത്യം. ലവസൻതു ലഹും മിൻഹാ 40 മിൻ ദഹബിൻ ഫഅദ്ദൈതുഹാ വബഖിയ ഇൻദി മിസ്ലു മാ അഅ്തൈതുഹും. ഇത് കൊണ്ടുപോയിട്ട് ഞാൻ എൻ്റെ മുതലാളിക്ക് തങ്ങൾ ഭാരം കൂട്ടിയതാണ്. അങ്ങനെ അത് എല്ലാം കൊടുത്തിട്ട് പിന്നെയും ഞാൻ ആ കൊടുത്ത അത്ര പിന്നെയും ബാക്കി തന്നെ ഉണ്ട്, എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി എന്ന് പറഞ്ഞാൽ ഇത് തൂക്കിയ സമയത്ത് 40 ഊക്കിയല്ല 80 ഊക്കിയുണ്ടായിരുന്നു. 80 ഊക്കിയുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി തങ്ങളെ അള്ളാഹുവിന്റെ റസൂല് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്നിടത്തല്ല കഥ, വലിയൊരു മുതലാളിയാക്കി മാറ്റുകയാണ് ബഹുമാനപ്പെട്ടവരെ. കാരണം ബാക്കി ബഹുമാനപ്പെട്ടവരുടെ പോക്കറ്റിലേക്ക് വന്നു. എന്തേ പറഞ്ഞു വന്നത്? ഇതാണ് വിശ്വാസികളുടെ ലോകം. സീറത്തുൻ നബവിയയിലും സുബുലുൽ ഹുദാ വർ-റഷാദിലും ഒക്കെ ഈ സംഭവം കാണാവുന്നതാണ്. എന്തിനാ അത് പറഞ്ഞത്? വബശ്ശിരിൽ ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം. വിശ്വാസികളുടെ പതറാത്ത പാദമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്ത് പ്രതിസന്ധി ഘട്ടത്തിലും വിശ്വാസികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയ ഒന്നാം തരം അത്താണിയാണ് മുത്തുനബി. ഈ പതറാത്ത പാദം എന്ന് പറഞ്ഞാൽ വല്ലാത്ത അർത്ഥമുണ്ട് അതിന്. മഹാന്മാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, നമ്മളിങ്ങനെ ഇപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങിപ്പോവുക എന്ന് സങ്കല്പിക്കുക. വേഗം തിരിയാൻ വേണ്ടിയാണ് ഒരു നാടൻ ഉദാഹരണം പറയുന്നത്. നമ്മളൊരു ഇറക്കം ഇങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അത് സ്ലിപ്പാകുന്ന സ്ഥലമാണ്. മഴ പെയ്തിട്ടോ മറ്റോ അതിൽ വെള്ളമുണ്ട്, അങ്ങനെ സ്ലിപ്പാകും. ഒപ്പം പോകുമ്പോൾ ഒരാളുടെ കാല് തെന്നി അങ്ങ് വീണു എങ്കിൽ നമ്മൾ പറയാതെ നടക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ. അതാരും പറഞ്ഞു കൊടുത്തിട്ട് വേണ്ട. ആ വീഴൽ അങ്ങോട്ട് വീഴുമ്പോൾ തൊട്ടടുത്തുള്ളവൻ എന്താ ചെയ്യുക? അടുത്തുള്ളവൻ്റെ കാലിൽ അങ്ങ് പിടിക്കും. വീണങ്ങോട്ട് പോകുമ്പോൾ അടുത്തുള്ളവൻ്റെ കാലിൽ അങ്ങ് പിടിക്കും. അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും? ഇയാളും കൂടെ വീണ് തല പൊട്ടും. അതാണ് അതിൻ്റെ അനന്തരഫലം. അതേസമയം ഒരു ചെറിയ കുട്ടിയാണെങ്കിലോ, നമ്മളും 5 വയസ്സുള്ള കുട്ടിയാണ് പോകുന്നത്, നമ്മളതേ വലുപ്പവും നമ്മളതേ വെയിറ്റും ഹൈറ്റും ഒക്കെ ഉള്ള ആൾ നമ്മളെ കാലിൽ പിടിച്ചാൽ നമ്മളും കൂടെ വീഴും. നേരെ മറിച്ച് 5 വയസ്സുള്ള കുട്ടി ഇങ്ങനെ ഇറക്കിറങ്ങുമ്പോൾ അവൻ വീഴാൻ പോയി, നമ്മളെ കാലിൽ പിടിച്ചു. നമ്മളെ കാലിന് അല്പം ബലമുള്ളത് കൊണ്ട് എന്താണ് അതിൻ്റെ ഗുണം? ആ കുട്ടി വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും, നമുക്കവനെ രക്ഷിക്കാനുമാവും. നമ്മൾ വീഴൂല, പിടിച്ചു നിൽക്കുക. അപ്പോൾ എപ്പോഴും സഹായത്തിന് പിടിക്കുന്ന കാല് ഇളകാത്ത കാലായിരിക്കണം, പതറാത്ത കാലായിരിക്കണം. ഉമ്മത്ത് മുഹമ്മദിയ, നബിതങ്ങളുടെ ഉമ്മത്ത് മുഴുവനും ഒരുമിച്ച് പിടിച്ചാലും പതറാത്ത പാദമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാവർക്കും ഒരേ സമയത്ത് സഹായം നൽകാൻ കഴിയുന്ന മുഹമ്മദുനിൽ മുസ്തഫ. അതാ ബദറിൽ കണ്ടത്, അതാണ് ഖന്തഖിൽ കണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹൃദയത്തിൽ വേണം. ആ മനുഷ്യനൊന്നും ഭയപ്പെടാനില്ല. ആ ധൈര്യമാണ്, ആ സഹായമാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിക്ക് കിട്ടിയത്. നബിതങ്ങൾ അത്താണിയായി സ്വീകരിച്ചതിൻ്റെ ഗുണമാണ്, ആ നേട്ടമാണ് ബഹുമാനപ്പെട്ട സഫീനത്ത് റളിയല്ലാഹു അൻഹുവിന് കാട്ടിൽ നിന്ന് കിട്ടിയത്. അങ്ങനെ നീണ്ടുപോവുകയാണ്. ഏതാവട്ടെ, ഇത് പറഞ്ഞാൽ തീരുകയില്ല. ഒറ്റ സംഭവവും കൂടെ പറയട്ടെ. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻ, ചെറിയ സംഭവം, 2 മിനിറ്റേ വേണ്ടതുള്ളൂ, പക്ഷെ വലിയ ഗുണപാഠമാണ്. ഈ അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹു ആരാന്നറിയോ? മഹാനവറുകള് നമ്മൾ ചിന്തിക്കാൻ മാത്രം വകുപ്പുള്ളൊരു മഹാനവറുകളുടെ അടുത്ത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. വന്യമൃഗങ്ങളൊക്കെ ടൈം പാസിന് വേണ്ടി വന്നിരിക്കാറുണ്ടായിരുന്നത്രേ അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത്. വന്യമൃഗങ്ങൾ
നേരം പോക്കിന് വേണ്ടി മഹാനവറുകളുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ നിൽക്കും. പുലിയും സിംഹവും ഒക്കെ വന്നിട്ട് കുറേ നേരം ലോകം പുരട്ടാണ്ട് പോകും. ഇത്ര വലിയ മഹാനാണ്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ വലിയ മഹാനാണ് അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹു. ഈ സംഭവം ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു, അവിടുത്തെ അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ലവാഖിഹുൽ അൻവാറിൽ പറയുന്നുണ്ട്. താരീഖ് ഇബ്നു അസാക്കിറിലും ഈ സംഭവമുണ്ട്. ഇവരൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞാൽ പ്രമാണമല്ലാതെ ഒരു കാര്യവും സംസാരിക്കുന്നില്ല, ഇതൊക്കെ കിതാബുകളിലുള്ളതാണ്. മഹാനായ അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹു പറയാണ്, അത്തൈതു ഖബ്റൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഖബറിൻ്റെ അടുത്ത് ചെന്നു. കാരണം ഈ പറഞ്ഞതൊക്കെ ഇപ്പോൾ ജീവിതകാലത്താണല്ലോ, ജീവിതകാലത്തെ കഥയല്ലേ. സഫീനത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയും അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സഹായമൊക്കെ ജീവിതകാലത്താണ് ബറക്കത്ത്. എന്നാൽ വഫാത്തായിപ്പോയാൽ നബിതങ്ങളെ മരിച്ച് മണ്ണായിപ്പോയി എന്ന് പറയാൻ ലജ്ജയും ഉളുപ്പില്ലാത്തൊരു ടീമോടെ ഉണ്ടല്ലോ നമ്മളെ ഇടയിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ നഷ്ടത്രയായി. ആ ഒരു ടീമിന് ഞാൻ പറയുന്നു ഈ ഒരൊറ്റ കുരുത്തക്കേടാണ്. ഇപ്പം പല പള്ളികളിൽ നിന്നും സലഫി മസ്ജിദ് എന്ന പേരുകൾ മാച്ചു തുടങ്ങി. മുജാഹിദ് പള്ളി, ജമാഅത്ത് പള്ളി എന്നിടാൻ തുടങ്ങി. എന്താ കാരണം എന്നറിയോ? സലഫി എന്ന് പറയാൻ പേടിയിപ്പോയി. ആഗോളാടിസ്ഥാനത്തിൽ സംശയത്തിൻ്റെ നിഴലിലാണ് സലഫികൾ, ഭീകരവാദത്തിൻ്റെ പേരിൽ. ഇത് വേറെ ഒന്നുകൊണ്ട് കിട്ടിയതല്ല, മുത്തുനബിനെ ഈ കോലത്തിൽ വഷളാക്കി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തിയതിന് കിട്ടിയ ശിക്ഷയാണ്. ഇകഴ്ത്തിയതിന് കിട്ടിയ ശിക്ഷയാണ്. മാത്രമല്ല മക്ക മദീനയുടെ കാര്യത്തിലൊക്കെ വലിയൊരു പ്രതീക്ഷയും നമുക്കുണ്ട്. കാരണം സലഫിസത്തിൻ്റെ പിടി അയഞ്ഞാൽ അവിടെ പല ഗുണങ്ങളും വരാനുണ്ട്. അത് അയഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലോകാടിസ്ഥാനത്തിൽ സലഫികളെ എല്ലാവരും എന്ന് പറഞ്ഞാൽ, സലഫികൾ എന്ന് പറഞ്ഞാൽ സലഫു സാലിഹീങ്ങളായ പണ്ഡിതന്മാരല്ല, ആ പേര് സ്വീകരിച്ച് അവർക്കെതിരായ ആശയങ്ങൾ പ്രചരിപ്പിച്ച് എത്രയോ മുസ്ലിം ചെറുപ്പക്കാരെ തീവ്രവാദത്തിലേക്കും ഭീകരവാദത്തിലേക്കും ഇറക്കി വിട്ട ഇവന്മാർ സംശയത്തിൻ്റെ നിഴലിലാണ്. അങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ. അതാ പറഞ്ഞത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാതെ അവിടുത്തെ മദ്ഹ് പറയാതെ ഒരു സംഗതിക്കും ഇവിടെ നിലനിൽപ്പില്ല. നമ്മളാരും കരുതണ്ട, നമ്മളെ ഉഷാറുകൊണ്ടാണ് മുസ്ലിം ഉമ്മത്തിൻ്റെ നിലനിൽപ്പ് ഇവിടെ. നബിതങ്ങളുടെ സ്വലാത്തും നബിതങ്ങളുടെ പേരിലുള്ള മദ്ഹും ഒക്കെ നടക്കുന്ന കാലത്തോളം കുറച്ചും കൂടെ ഒക്കെ സമാധാനത്തോടെ ജീവിക്കുക. അതാണ് സത്യം. അതിന് ഈമാൻ വേണം. ഇത് ബോധ്യപ്പെടണമെങ്കിൽ ഈമാൻ വേണം. ഇതിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് പോയതാണ് പറ്റിയ കേട്. ഇത് നമുക്ക് തിരിച്ചറിയാതെ ആയിപ്പോയി. ബഹുമാനപ്പെട്ട അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹു അതാ ഒരു ദിവസം മദീനയിൽ ചെന്നു. മഹാനവറുകൾ പറയുന്നു, എനിക്ക് നല്ല വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടു. അബുൽ ഖൈറുത്തീനാത്തി റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ നബിതങ്ങളുടെ ഖബറിന്റെ അടുത്ത് പോയി. ഇവിടെ സങ്കടം പറയാൻ നബിതങ്ങളല്ലേ ഉള്ളത്. ആണ് പോയിട്ട് ഞാൻ നബിതങ്ങളുടെ ഖബറിന്റെ അടുത്ത് വെച്ച് പറഞ്ഞു, അന വൈഫുക യാ റസൂലല്ലാഹ്. വഫാത്തായി കിടക്കുന്ന നബിയോട് ഖബറിന്റെ മുമ്പിൽ വെച്ച് പറഞ്ഞതാണ്, അന വൈഫുക യാ റസൂലല്ലാഹ്. നബിയെ, ഞാൻ തങ്ങളുടെ ഗസ്റ്റാണ്, ഞാൻ തങ്ങളുടെ അതിഥിയാണ്. ഞാൻ മദീനത്ത് വന്നു, അപ്പൊ തങ്ങളെ അതിഥിയാണ് ഞാൻ. വാന വൈഫുക യാ റസൂലല്ലാഹ്. നബിയെ, തങ്ങളെ അതിഥി ഒരിക്കലും പട്ടിണി കിടക്കേണ്ടി വരൂല എന്നാ കരുതിയത്. തങ്ങളെ അതിഥിയായി വന്നതാണ്. അതിഥിയെ സൽക്കരിക്കണമെന്ന് വളരെ ബഹുമാനത്തോടെ പറഞ്ഞ തങ്ങളാണ്. തങ്ങളെ മുമ്പിൽ അതിഥിയായി വന്നിട്ട് ഇന്നത്തേക്ക് 4ാമത്തെ ദിവസമാണ്, ഭക്ഷണം കിട്ടിയിട്ടില്ല. വഫാത്തായി കിടക്കുന്ന നബിയോട് ഇങ്ങനെ പറയാൻ എന്ത്? അള്ളാൻ്റെ അടുത്തൊന്ന് ഇടപെട്ടിട്ട് എൻ്റെ കാര്യത്തിൽ ഒരു ശുപാർശ പറയണമെന്ന് പറയാൻ പേടിക്കുന്നവർ റൊട്ടി ചോദിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്? ഇവിടെ ഇപ്പം എന്താ പരിപാടി? ഞാൻ തങ്ങളെ ലൈഫാ തങ്ങളെ, എനിക്ക് വിശക്കുന്നുണ്ട് തങ്ങളെ. വേറെ റിപ്പോർട്ടിൽ കാണാം, അൽ ജൂഅ യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞു. വിശന്നിട്ട് വയ്യ നബിയേ, വിശന്നിട്ട് വയ്യ. അങ്ങനെ പറഞ്ഞു. വതനഹൈതു, ഞാൻ അല്പം ഇങ്ങ് മാറി. വനിംതു ഖൽഫൽ മിംബരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ മുന്നിൽ പോയിട്ട് ഈ സങ്കടം പറഞ്ഞു ഒരല്പം പിറകോട്ട് മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്ത് ഖുതുബ നിർവഹിച്ചിരുന്ന മിമ്പറിൽ കയറി. മിമ്പറിന്റെ അടുത്ത് ചെന്ന് മിമ്പറിന്റെ പിറകിൽ, മിമ്പറിൽ കയറി എന്നല്ല, മിമ്പറിന്റെ പിറകിൽ കിടന്നിട്ടൊന്നങ്ങോട്ട് ഉറങ്ങി. നല്ല ഉറക്കം. അപ്പൊ ഒന്നവിടെ ഉറങ്ങി. അപ്പോഴാ ഞാൻ കണ്ടത് ഫറഅയ്തുൻ നബിയ്യ ഫിൽ മനാം. ആ ഉറക്കത്തിൽ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു.
ഫഖബ്ബൽതുമാ ബൈന ഐനൈ, ഞാൻ സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങളുടെ രണ്ട് കണ്ണുകൾക്കിടയിൽ അഥവാ നെറ്റിത്തടത്തിൽ ഞാൻ ഉമ്മ വച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു കിട്ടിയപ്പം ഞാൻ ആ നെറ്റിത്തടത്തിലൊന്ന് അണച്ചുകൂട്ടി ഉമ്മ വെച്ചപ്പോൾ നബി തങ്ങൾ ഉറക്കത്തില് എനിക്കൊരു റൊട്ടി തന്നു. കണ്ടോ, നിങ്ങൾ പറയുന്നത് അബുൽ ഖൈറുദ്ദീനാത്തി പറയാണ്. ഇതും ഇമാം ഷഅറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ച സംഭവമാണ്. എനിക്കൊരു റൊട്ടി തന്നു. മഹാനവറുകൾ പറയാണ്, ഫഅകൽതു നിസ്ഫ, കണ്ട സ്വപ്നത്തിൽ ഉറക്കത്തിൽ തന്നെ ഞാൻ അതിൻ്റെ പകുതി തിന്നു. അത് ഓർമ്മയുണ്ട്, ഉറക്കത്തിൽ പകുതി. നല്ല വിശപ്പുള്ളതല്ലേ. അപ്പോൾ ആ റൊട്ടി ഞാൻ പകുതി ആസ്വദിച്ച് തിന്നത് ഓർമ്മയുണ്ട്. ഫന്തബഹ്തു, അപ്പം ഞാൻ പെട്ടെന്നങ്ങുണർന്നു. പകുതി റൊട്ടി തിന്നുകൊണ്ടിരിക്കേ ഞാൻ അങ്ങുണർന്നപ്പോൾ ഫൈദാ ബിയദീ നിസ്ഫുൽ ആഖർ, ഞാൻ ഉണർന്നു നോക്കുമ്പോൾ ഞാൻ തിന്ന റൊട്ടിയുടെ അർദ്ധഭാഗം എൻ്റെ കയ്യിലുണ്ട്. ലൈവായിട്ട് ഇങ്ങനെ കാണുക. ഉറക്കത്തിൽ കിട്ടിയതേ, ഉറക്കത്തിൽ തിന്നുള്ളൂ, ഉറക്കത്തിൽ പള്ളിയിൽ നിന്ന് അറിയുള്ളൂ അല്ലേ. ഇത് ഉണർന്ന് നോക്കുമ്പോൾ പകുതി റൊട്ടി ഉണ്ട്. പകുതി റൊട്ടി ഞാൻ തിന്നിരിക്കുന്നു, പകുതി റൊട്ടി എൻ്റെ കയ്യിലുണ്ട്. ഇതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഈ പഹയന്മാർക്ക് എന്തറിയാം മുത്തുനബിനെ പറ്റി? എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മുത്തുനബിൻ്റെ വാപ്പയും ഉമ്മയും കാഫിറ എന്ന് പറയാൻ നടക്കണ മാസാദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്നവർ ഇസ്ലാമിൻ്റെ പുറത്താന്ന് പറയാൻ നടക്കണ മാസാണിത്. ഈ മാസത്തിലാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് 4 ആഴ്ചയും തിരുനബിയുടെ മദ്ഹ് പറയാൻ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ഇന്ന് പതിവ് ശൈലി മാറ്റി ഇതിലേക്ക് തിരിച്ചു വരാൻ കാരണം. ഞാൻ ചോദിക്കട്ടെ, ഈ ടീമിനോടൊപ്പം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വാപ്പയും ഉമ്മയും നരകത്തിലാന്ന് പറയുന്ന, മുത്തുനബി തെറ്റ് ചെയ്യുമെന്ന് പറയുന്ന, മുത്തുനബി മരിച്ചു മണ്ണായിപ്പോയി എന്ന് പറയാൻ ഉളുപ്പില്ലാത്ത ഈ ടീമിനോടൊപ്പം ഇരുന്നിട്ട് ഒരു കോഴിയുടെ 2 കാല് പരസ്പരം കടിച്ചു വലിച്ച് പങ്കിട്ടതുകൊണ്ട് ശരീഅത്ത് സംരക്ഷിക്കാൻ കഴിയില്ല. എന്തു മണ്ടത്തരാണ് ഈ കാട്ടിക്കൂട്ടുന്നത്? ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ഇവരെ കൂട്ടിയിട്ട് വേണോ നമുക്ക് ശരീഅത്ത് സംരക്ഷിക്കാൻ? നമ്മൾ വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ട സംഗതിയാണ് അല്ലേ. ഈ ടീമിനെ കൂട്ടിയിട്ട്, ഒപ്പം കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആലോചിക്കണം. ഈമാൻ സംരക്ഷിക്കണം എന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ചിന്തിച്ചേ പറ്റൂ. ഇതാണോ വേണ്ടത്? ഇതല്ലേ എൻ്റെ പ്രിയപ്പെട്ട? എന്തിന് ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ പേരിൽ ഒരുമിച്ച് കൂടിയ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ മുശ്രിക്കാണെന്ന് പറയുന്നവരല്ലേ ഇവർ? ഏറ്റവും ചുരുങ്ങിയത് ഇവർ മുസ്ലിമീങ്ങളാണെന്ന്, ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ എന്ന് ചോദിച്ചിട്ട് പോരെ നമുക്ക് ഒരുമിച്ചിരുന്ന് ഈ സംഗതിയൊക്കെ നടത്തൽ? ചിലപ്പോൾ അത്യാവശ്യമായി വരും. ഇത്തരം ഘട്ടങ്ങൾ ചിലപ്പോൾ അത്യാവശ്യമായി വന്നേക്കാം. പക്ഷെ ശരീഅത്ത് സംരക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു കൂടിയിരുത്തത്തിൻ്റെ സാങ്കത്യം നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശരിക്ക് ചിന്തിക്കണം, ആലോചിക്കണം. ആലോചിക്കാതിരിക്കാൻ പറ്റില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വിശ്വാസികളുടെ അത്താണിയാണ്. ഇനി എത്ര സംഭവങ്ങൾ, ഇതുപോലുള്ള സംഭവങ്ങൾ, ഒരു 100ഓളം സംഭവങ്ങൾ, 100 തികച്ച് കിതാബുകളിൽ നിന്ന് കണ്ടെത്തണം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നു. ഒരുപാട്, അത് 100 തികച്ച് ഒരുപാട് സംഗതികൾ അതിൻ്റെയും പുറത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷേ 100 ഒരുമിച്ച് കൂട്ടുക എന്നുള്ള നിലക്ക് നേരത്തെ ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഇതുപോലുള്ള സംഭവങ്ങൾ മാത്രം. അള്ളാൻ്റെ റസൂൽ വെറുതെ അങ്ങനെ ഇരിക്കല്ല, ഇപ്പോഴും പണിയെടുക്കുക, ഉമ്മത്തിനെ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുക, ഉമ്മത്തിനെ ഖിദ്മ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും. മുത്തുനബിയുടെ ഹക്ക് കൊണ്ട് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അള്ളാഹുവേ, ഞങ്ങൾക്ക് റാഹത്ത് നൽകണേ അള്ളാഹ്, ഞങ്ങൾക്ക് സന്തോഷം നൽകണേ അള്ളാഹ്. സമയം നീണ്ടുപോകും.
ഈ ഖദമു സിദ്ഖ് ഇനിയും ഒരുപാട് പറയാനുണ്ട്. പക്ഷേ സമയം നീണ്ടുപോകുമെന്ന് ഭയപ്പെട്ടുകൊണ്ട് തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വബശ്ശിരില്ലദീന ആമനു അന്ന ലഹും ഖദമ സിദ്ഖിൻ ഇൻദ റബ്ബിഹിം ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. നബിയെ, തങ്ങൾ ഉമ്മത്തിന് ഒരു ഗുഡ് ന്യൂസ് കൊടുക്കണം, ബിഷാറ, ഒരു സന്തോഷ വാർത്ത കൊടുക്കണം. അന്നലഹും ഖദമ സിദ്ഖിൻ, അവർക്കൊരു പതറാത്ത പാദമുണ്ടെന്ന്. പക്ഷേ നന്ദി കെട്ട വർഗം, ഖാലൽ കാഫിറൂൻ, നന്ദി കെട്ട വർഗം അവരെന്നും പറയും, നന്ദി കെട്ട വർഗം അവരെന്നും പറയും, ഖാലൽ കാഫിറൂന ഇന്ന ഹാദാ ലസാഹിറും മുബീൻ. തീർച്ചയായും ഇയാള് വ്യക്തമായ ഒരു മാരണക്കാരനാണെന്ന് പറയാനേ അവർക്ക് കഴിയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശത്രുക്കൾ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പറഞ്ഞിരുന്ന പരാതിയാണ് വിശുദ്ധ ഖുർആന പറഞ്ഞത്. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുത്തുനബി അവരുടെ ഖദമു സിദ്ഖാൻ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥമാണ്. ഖദമു സിദ്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു എടുത്തുദ്ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൻ്റെ അത്താണിയായി മുത്തുനബിയെ സ്വീകരിക്കണം. അള്ളാഹു സഹായിക്കട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് അംതത്തുലു ഒന്ന് ചൊല്ലി നമുക്ക് പിരിയാം. അംതത്തുലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ വൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي الصلاة على النبي ارتكبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي إننا نرجو إلى كأس حوضك للعطش يوم نشر كتابي يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأكبر والحبيب الشفاعة هب لنا في القيامة مشفقا واهلنا إمضاء يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إمضاء يا سيدي خير النبي الشفاعة هب لنا في القيامة مشفقا واهلنا إمضاء يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع
الصلاة على النبي كل وقت دائما لاح نجم في السماء سيدي خير النبي الصلاة على النبي الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അർഹമുർറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങളുടെ ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ തെറ്റുകുറ്റങ്ങൾ മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ അപാകതകൾ നീ പൊരുത്തപ്പെടണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾ ചെയ്ത തെറ്റുകളുടെ ഗൗരവം ഞങ്ങൾക്കേ അറിയൂ, നീ പൊരുത്തപ്പെട്ടു തരണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, ഞങ്ങൾക്ക് മർഹമത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കണേ അല്ലാഹ്, രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാഹ്, പ്രയാസങ്ങൾ ദൂരീകരിക്കണേ അല്ലാഹ്, കടങ്ങൾ വീട്ടണേ അല്ലാഹ്, പ്രതിസന്ധികൾ എല്ലാം അകറ്റണേ റഹ്മാനെ. കുട്ടികളെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാഹ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്. പടച്ചവനെ, അർഹമുർറാഹിമായ റബ്ബേ, സാധുക്കളായ ഞങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്, ഞങ്ങളുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലാണ്. പടച്ചവനെ, മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമോന്ന് ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷത്തിലാണ്. പടച്ചവനെ, നീ റാഹത്താക്കി തരണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. മുത്തുനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രാജ്യത്ത് പഴയ സമാധാനം നീ തിരിച്ചെത്തിക്കണേ അല്ലാഹ്, പഴയ സമാധാനം നീ തിരിച്ചെത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, മുത്തുനബിയുടെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാഹ്, പ്രയാസങ്ങൾ അകറ്റണേ അല്ലാഹ്, വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. ഇന്നും ദുആ ചെയ്യാൻ അഭ്യർത്ഥിച്ചവർ അവരുടെ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബന്ധപ്പെട്ട പലരുടെയും ബന്ധുക്കൾ മരണപ്പെട്ടു പോയി. പടച്ചവനെ, അവർക്ക് നീ സ്വർഗം നൽകണേ അല്ലാഹ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, നമ്മുടെ വഹാബിൻ്റെ ഉമ്മയല്ലേ മരിച്ചു അല്ലേ, ദുആ ചെയ്തിരുന്നു, അല്ലാഹുവേ ആ ഉമ്മൻ്റെ ഖബർ നീ റാഹത്താക്കണേ അല്ലാഹ്. പടച്ചവനെ, ഉമ്മക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, സൂറത്തുർ റഅദിൽ നീ പറഞ്ഞതുപോലെ ഉമ്മനെയും ഉപ്പനെയും അതുപോലെ തന്നെ മക്കളെയുമൊക്കെ ഒരുമിച്ച് കൂട്ടുന്ന ഒരു സ്വർഗം അല്ലാഹുവേ, ഞങ്ങളുടെയും അവരുടെയും ഒക്കെ മാതാപിതാക്കളെ കുടുംബത്തോടൊപ്പം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എന്തു തെറ്റുകളുണ്ടെങ്കിലും പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഈ സമയം ഞങ്ങൾ ഇതുവരെ പറഞ്ഞതിൻ്റെ ബർക്കത്ത്, മുത്തുനബിയുടെ ശറഫ് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, ഹക്ക് കൊണ്ട് പടച്ചവനെ അവരുടെ ഖബറിലെ വിഷമങ്ങൾ നീക്കണേ അല്ലാഹ്. അതുപോലെ കഴിഞ്ഞ തവണ ഞങ്ങൾ പോയി ആ സഹോദരൻ്റെ ഉമ്മ മരിച്ച വീട്ടിൽ പോയി, പൊന്നാട്. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, നീ ആ ഉമ്മക്ക് പുറത്തു കൊടുക്കണേ റഹ്മാനെ, അവരുടെ ദറജ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെ ആരെയും നീ ഖായിബാക്കല്ല അല്ലാഹ്. ഒറ്റ പ്രതീക്ഷ മാത്രമേ ഞങ്ങൾക്കുള്ളൂ, ഞങ്ങളെ കയ്യിലൊന്നുമില്ല. ഞങ്ങളെ ഹബീബ് അവിടുത്തെ ശഫാഅത്ത് കൊണ്ട് ഞങ്ങൾക്ക് രക്ഷപ്പെടണം അല്ലാഹുവേ. ശഫാഅത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബിന്റെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 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 അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം വസല്ലി